ഇന്ന് അതേപോലെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവ്യവസ്ഥയെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സ്കെലിറ്റൽ സിസ്റ്റം, അസ്ഥി വ്യവസ്ഥ. സ്കെലിറ്റൽ സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം അസ്ഥി വ്യവസ്ഥ, പേശി വ്യവസ്ഥ, ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതി, ഘടന അതിനൊക്കെ സഹായിക്കുന്നത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അസ്ഥി വ്യവസ്ഥയും പേശി വ്യവസ്ഥയും. അസ്ഥി വ്യവസ്ഥയെ നമ്മൾ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്, പേശി വ്യവസ്ഥയാണ് നമ്മൾ മസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്. ആകൃതി, അതേപോലെ ഭംഗി. അസ്ഥികൾ ഉൾപ്പെടുന്നതാണ് അസ്ഥി വ്യവസ്ഥ, പേശികൾ ഉൾപ്പെടുന്നതാണ് പേശി വ്യവസ്ഥ. അസ്ഥികൾ എന്ന് പറഞ്ഞാൽ ബോൺസ്. ഓക്കെ, ബോൺസ് ഉൾപ്പെടുന്നത് സ്കെലിറ്റൽ സിസ്റ്റത്തിൽ, മസിൽസ് ഉൾപ്പെടുന്നത് മസ്കുലർ സിസ്റ്റത്തിൽ. അപ്പോൾ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്കെലിറ്റൽ സിസ്റ്റം ആൻഡ് മസ്കുലർ സിസ്റ്റം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം എന്ത്? ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ, ആകൃതിയും ഘടനയും. ക്ലിയർ അല്ലേ? എന്താണ് സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ? ഓക്കെ, സ്കെലിറ്റൽ സിസ്റ്റത്തിൽ സ്കെലിട്ടനെ നമ്മൾ അസ്ഥിക്കൂടം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അല്ലെ? എന്താണ് സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ? അസ്ഥിക്കൂടം. എക്സ്റ്റേണൽ ബോണി ഫ്രെയിംവർക്ക്. ഓക്കെ, ഫ്രെയിംവർക്ക്. അപ്പൊ ബോൺസിന്റെ ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കെലിട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അസ്ഥികളുടെ അറേഞ്ച്മെന്റ്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കെലിട്ടൺ, അസ്ഥിക്കൂടം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ആ അസ്ഥിക്കൂടത്തെ അല്ലെങ്കിൽ സ്കെലിട്ടനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എക്സോ സ്കെലിട്ടൺ, എൻഡോ സ്കെലിട്ടൺ. ഓക്കെ, എക്സ്റ്റേണൽ ബോണി ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബോണി ഫ്രെയിം വർക്ക് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബോൺസിന്റെ ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ അസ്ഥിക്കൂടം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ അസ്ഥിക്കൂടത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ബാഹ്യ അസ്ഥിക്കൂടം, ആന്തര അസ്ഥിക്കൂടം. എക്സോസ്കെലിട്ടൺ, എൻഡോസ്കെലിട്ടൺ. ഓക്കെ, അപ്പൊ എന്താണ് ഈ എക്സോസ്കെലിട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ശരീരത്തിന്റെ പുറമേ കാണുന്നത്, ബാഹ്യം. ബാഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേ അല്ലെ? ബാഹ്യ അസ്ഥിക്കൂടം എന്നാണ് അതിന്റെ മലയാളം. അപ്പൊ ബാഹ്യം മീൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലെ? നമുക്ക് കാണാൻ കഴിയുന്ന അസ്ഥികളോ? അതെ, നമുക്ക് കാണാൻ കഴിയുന്ന അസ്ഥികളുണ്ട്. മുടി അസ്ഥിയാണ്, നഖം അസ്ഥിയാണ്, പല്ല് അസ്ഥിയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെ എവിടെയാ വരുന്നത്? ബാഹ്യ അസ്ഥിക്കൂടത്തിലാണ് വരിക. ഓക്കെ, അപ്പൊ ബാഹ്യ അസ്ഥിക്കൂടത്തിൽ വരുന്നത് ഹെയർ, മുടി. ടൂത്ത്, പല്ല്. ടൂത്ത് സിംഗുലർ ആണ്, ടീത്ത് ആണ് പ്ലൂറൽ വരിക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സിംഗുലർ ആണ് എഴുതിയത് കേട്ടോ. ടൂത്ത്, മുടി, പല്ല്, പിന്നെ നെയില്, നഖം. ഓക്കെ, ഇതൊക്കെ ബാഹ്യ അസ്ഥികളാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ബാഹ്യ അസ്ഥിക്കൂടത്തിൽ വരുന്നതാണ് ഏതൊക്കെ? ഹെയർ, ടൂത്ത്, നെയില്, മുടി, പല്ല്, നഖം എന്നിവ. അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇതൊക്കെ അസ്ഥികളാണെന്ന് മനസ്സിലാക്കുക. അത് നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ട് നമുക്ക് അതിനെ ബാഹ്യ അസ്ഥിക്കൂടത്തിൽ വരുന്ന അസ്ഥികൾ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ബാഹ്യ അസ്ഥിക്കൂടത്തിൽ വരുന്നത് ഏതൊക്കെയാന്ന് മനസ്സിലാക്കുക. ഇനി അതേപോലെ പക്ഷികളില് ബാഹ്യ അസ്ഥിക്കൂടത്തിൽ വരുന്നത് കൊക്ക്. ഓക്കെ, പിന്നെ അതേപോലെ അവരുടെ നഖം. ഓക്കെ, വിരലിലുള്ള നഖം പക്ഷികൾക്ക് വരുന്നുണ്ടല്ലോ. പിന്നെ ഫെദേഴ്സ്, അതൊക്കെ നമുക്ക് അതിൽ പറയാം. ഓക്കെ, കൊക്ക്, പിന്നെ അതേപോലെ നഖം, പിന്നെ അതേപോലെ അതെ ഫെദേഴ്സ്, തൂവലുകൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണല്ലോ പക്ഷികളുടെ. അതൊക്കെ അവരുടെ ബാഹ്യ അസ്ഥിക്കൂടത്തിൽ വരുന്നതാണ്. അതേപോലെ ഓരോ ജീവികൾക്കും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ,
കാണാൻ കഴിയുന്നത് ബാഹ്യാസ്ഥികള്. ബാഹ്യാസ്ഥികൾ ഉൾപ്പെടുന്നതാണ് ഏത്? എക്സോസ്കെലിട്ടൺ, ബാഹ്യ അസ്ഥിക്കൂടം. അത് മനസ്സിലാക്കി വെച്ചത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇപ്പം മനുഷ്യൻ്റെത് പ്രത്യേകം ശ്രദ്ധിക്കുക, മുടി, നഖം, പല്ല്. അതേപോലെ ഓരോ ജന്തുക്കൾക്കും ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ ബാഹ്യ അസ്ഥിക്കൂടത്തിൽ വരുന്ന ബാഹ്യ അസ്ഥികളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഓക്കെ. ഇനി നമുക്ക് ആന്തര അസ്ഥിക്കൂടമാണ് വേണ്ടത്. എൻഡോസ്കെലിട്ടൺ, ആന്തര അസ്ഥിക്കൂടം, എൻഡോസ്കെലിട്ടൺ. ഓക്കെ. അപ്പൊ നമുക്ക് കാണാൻ കഴിയാത്തത് അല്ലെ, നമുക്ക് കാണാൻ കഴിയാത്തത്. കാണാൻ കഴിയുന്നത് ബാഹ്യ അസ്ഥികള്, അത് ബാഹ്യ അസ്ഥിക്കൂടത്തിൽ വരും. കാണാൻ കഴിയുന്നത് അല്ലെ, മുടി, നഖം, പല്ലൊക്കെ നമുക്ക് കാണാൻ കഴിയും, അത് ബാഹ്യാസ്ഥികളിലാണ് വരിക, അത് ബാഹ്യാസ്ഥിക്കൂടം. ബാഹ്യാസ്ഥികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എക്സോസ്കെലിട്ടൺ, ബാഹ്യാസ്ഥിക്കൂടം. എക്സോസ്കെലിട്ടണിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി എൻഡോസ്കെലിട്ടൺ ആണ് ഞാൻ പറയുന്നത്, ആന്തര അസ്ഥിക്കൂടം. എൻഡോസ്കെലിട്ടൺ, ആന്തര അസ്ഥിക്കൂടം, എൻഡോസ്കെലിട്ടൺ, ആന്തര അസ്ഥിക്കൂടം. ഇത് നമുക്ക് കാണാൻ കഴിയാത്തതാണ്, നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ അതിൽ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളും അസ്ഥികളുടെ പേരുകൾ എന്തൊക്കെയാണ്, ആ അസ്ഥികൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, ഏറ്റവും കാഠിന്യമുള്ളത്, ഓക്കെ, ഉറപ്പുള്ളത്, ഇനി അതേപോലെ ചെറുത്, വലുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പം ബാഹ്യ അസ്ഥിക്കൂടത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, ബാഹ്യ അസ്ഥിക്കൂടത്തെ പറഞ്ഞെങ്കിൽ അസ്ഥിക്കൂടത്തെ ബാഹ്യ അസ്ഥിക്കൂടം, ആന്തര അസ്ഥിക്കൂടം എന്ന് പറഞ്ഞു. അതിൽ ബാഹ്യ അസ്ഥിക്കൂടത്തിൽ വരുന്നത് കണ്ടു. ഇനി ആന്തര അസ്ഥിക്കൂടത്തിൽ വരുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് കാണാൻ കഴിയാത്തത്, നമുക്ക് അല്ലെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്, നമ്മുടെ ശരീരത്തിന് അകത്ത് വരുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ പുറത്ത് വരുന്നത്, അകത്ത് വരുന്നത്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ അകത്ത് വരുന്ന അസ്ഥികളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എൻഡോസ്കെലിട്ടൺ, ആന്തര അസ്ഥിക്കൂടം, എൻഡോസ്കെലിട്ടൺ. ഓക്കെ. അപ്പൊ ഈ ആന്തര അസ്ഥിക്കൂടത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ആക്സിയൽ സ്കെലിട്ടൺ, അപ്പൻഡിക്കുലർ സ്കെലിട്ടൺ. ഓക്കെ. ആക്സിയൽ സ്കെലിട്ടൺ നമ്മൾ അക്ഷാസ്ഥിക്കൂടം എന്ന് പറയുന്നത്, അപ്പൻഡിക്കുലർ സ്കെലിട്ടൺ നമ്മൾ അനുബന്ധ അസ്ഥിക്കൂടം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലോ? ഓക്കെ. അപ്പൊ ഇതൊക്കെ ആന്തര അസ്ഥിക്കൂടത്തിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ബാഹ്യസ്ഥിക്കൂടത്തിന്റെ ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരത്തിൽ 206 അസ്ഥികൾ എന്നാണ് പറയാറ് അല്ല, 206 അസ്ഥികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് എന്നാണ് പറയാറ്. എന്നാൽ നവജാത ശിശുക്കളിൽ 300 എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ അകത്ത് കാണുന്ന ആന്തര അസ്ഥികളാണ്, അല്ലാണ്ട് മുടീന്റെയും നഖത്തിന്റെയും പല്ലിന്റെയും ഒക്കെ എണ്ണം കൂട്ടിയിട്ടാണോ അത്? അല്ല അല്ലെ, മുടീന്റെ എണ്ണം ഒന്നും നിങ്ങൾക്ക് അറിയാം അല്ലെ, അത് അത്ര നല്ല വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അത് നമ്മൾ ഇതിൽ കൗണ്ട് ചെയ്യാറില്ല. അത് നിങ്ങൾ ബാഹ്യ അസ്ഥികൾ എന്ന് പറഞ്ഞിട്ട് തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഏതൊക്കെ? മുടി, നഖം, പല്ല്, അത് ഈ എണ്ണത്തിൽ വരുന്നില്ല. ഇത് ആന്തര അസ്ഥികളാണ്, നമ്മുടെ ശരീരത്തിന്റെ അകത്ത് വരുന്ന അസ്ഥികളാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്. ശരീരത്തിന്റെ അകത്ത് വരുന്ന അസ്ഥികളെയാണ് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. അക്ഷാസ്ഥിക്കൂടം, അനുബന്ധ അസ്ഥിക്കൂടം. അക്ഷാസ്ഥിക്കൂടത്തിന് നമ്മൾ ആക്സിയൽ സ്കെലിട്ടൺ എന്ന് പറയുന്നത്, അനുബന്ധ അസ്ഥിക്കൂടത്തിന് നമ്മൾ അപ്പൻഡിക്കുലർ സ്കെലിട്ടൺ എന്ന് പറയുന്നത്. അപ്പൻഡിക്കുലർ സ്കെലിട്ടൺ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ അസ്ഥികളിൽ അല്ലെങ്കിൽ അതെ ഓരോ അസ്ഥിക്കൂടത്തിൽ, ഇപ്പോൾ അക്ഷാസ്ഥിക്കൂടത്തിൽ അല്ലെങ്കിൽ അനുബന്ധ അസ്ഥിക്കൂടത്തിൽ വരുന്ന അസ്ഥികളെയാണ് നമുക്ക് പരിചയപ്പെടേണ്ടത്. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകണ്ട, അല്ലാണ്ട് ബാഹ്യ അസ്ഥികളെ കുറിച്ചിട്ട് പറഞ്ഞെങ്കിൽ അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി അതൊക്കെയാണെന്ന്. ഓക്കെ. നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗം ഏതാണ്? ആന്തര അസ്ഥിക്കൂടാണ്. ആന്തര അസ്ഥിക്കൂടത്തിൽ വരുന്ന അസ്ഥികളുടെ പേരുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ആന്തര അസ്ഥിക്കൂടത്തിലുള്ള അസ്ഥികളെയാണ് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അസ്ഥികൾ, ബോൺസ്. അപ്പോൾ ആന്തര അസ്ഥികളാണേ. ഓക്കെ. ഇനി ഞാനത് പറയില്ല, ഞാൻ ഇനി അസ്ഥികൾ എന്നേ പറയുള്ളൂ കേട്ടോ. ഓക്കെ. അസ്ഥികൾ, ബോൺസ്. അപ്പോൾ ബോൺസിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ അസ്ഥിക്കൂടത്തിലും വരുന്നത് എത്ര എണ്ണം, ഇനി ടോട്ടൽ എത്ര എണ്ണം, അതിൽ ഓരോന്നിലും വരുന്നത് എത്ര എണ്ണം എന്നുള്ളതൊക്കെ നോക്കണം കേട്ടോ. ഓക്കെ. അസ്ഥികൾ, ബോൺസ്.
അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ഓസ്റ്റിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റഡി ഓഫ് ബോൺസ് എന്നാണ് ചോദ്യം. സ്റ്റഡി ഓഫ് ബോൺസ്, അസ്ഥികളെ കുറിച്ചുള്ള പഠനം. നിങ്ങൾ ഏത് ഓപ്ഷൻ കൊടുക്കേണ്ടത്? ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജി, അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. ഇനി അസ്ഥികൾ നിർമ്മിച്ചിട്ടുള്ള കോശങ്ങളെയാണ് നമ്മൾ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോബ്ലാസ്റ്റ്, അസ്ഥികളിൽ കാണുന്ന കോശങ്ങളെ പറയുന്ന പേരെന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ്. അപ്പൊ ഈ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ കൂടി ചേർന്നിട്ടാണ് അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അസ്ഥികൾക്ക് കാഠിന്യം കൊടുക്കുന്ന ലോഹമാണ് ഏത്? കാൽസ്യം. പ്രത്യേകം ശ്രദ്ധിക്കുക, കാൽസ്യം. കാൽസ്യം അല്ലെ? അപ്പോ കാൽസ്യം കോമ്പൗണ്ട് എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ഏതൊക്കെയാ പറയേണ്ടത്? കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റുമാണ് എന്ത്? കാൽസ്യം സംയുക്തങ്ങള്. ഓക്കെ, അപ്പൊ കാൽസ്യമാണ് ഞാൻ പറഞ്ഞു ലോഹം എന്ന് പറഞ്ഞു അല്ലെ? ലോഹത്തില്, മെറ്റലില്, ആൽക്കലി, എർത്ത് മെറ്റലിലാണ് ഇത് വരുന്നത്, കാൽസ്യം വരുന്നത് അല്ലെ? രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് അല്ലെ? രണ്ടാമത്തെ ഗ്രൂപ്പിൽ ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയാണ് വരിക രണ്ടാമത്തെ ഗ്രൂപ്പിൽ അല്ലെ? ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം. മഗ്നീഷ്യത്തിന് തൊട്ട് താഴെയായിട്ടാണ് ആര് വരുന്നത്? കാൽസ്യം. ഈ കാൽസ്യമാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ലോഹം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന വാതകം ചോദിച്ചാൽ നിങ്ങൾ ഓക്സിജനും പറയണം. എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ലോഹം, മെറ്റൽ ചോദിച്ചാൽ നിങ്ങൾ കാൽസ്യമാണ് പറയേണ്ടത്. അപ്പൊ ആ കാൽസ്യം എല്ലാ സ്ഥലത്തും വേണമല്ലോ. എല്ലിനും പല്ലിനൊക്കെ ഉറപ്പ് കൊടുക്കുന്നത് കാൽസ്യമാണ്. അസ്ഥികൾക്ക്, അതേപോലെ പല്ലുകൾക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. കാൽസ്യം ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ലോഹം കേട്ടോ. ഓക്കെ, അപ്പൊ ആ കാൽസ്യം കോമ്പൗണ്ട് ഏതൊക്കെയാണ്? നമ്മുടെ എല്ലിൽ കാണുന്ന, എല്ലിന് കാഠിന്യം കൊടുക്കുന്ന കാൽസ്യം സംയുക്തങ്ങൾ, കാൽസ്യം കോമ്പൗണ്ട്സ് അല്ലെ? ബോൺസിന് ഹാർഡ്നെസ് കൊടുക്കുന്ന കാൽസ്യം കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് കൊടുക്കേണ്ടത്. അതാണ് കൂടുതൽ. അത് ഏതാണ്ട് ഒരു 85% വരും കാൽസ്യം ഫോസ്ഫേറ്റ്. 85% നമ്മൾ പറയാം. കൂടുതലും കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്, ബാക്കിയേ എന്ത് വരുന്നുള്ളൂ? കാൽസ്യം കാർബണേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക, ഏറ്റവും കൂടുതലായിട്ട് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് നമ്മുടെ അസ്ഥികളിൽ ഉള്ളത്. അതാണ് അസ്ഥികൾക്ക് കാഠിന്യം കൊടുക്കുന്നത് അല്ലെ? കാൽസ്യം, ഫോസ്ഫറസ്, ഓക്സിജൻ അല്ലെ? അതാണല്ലോ കാൽസ്യം ഫോസ്ഫേറ്റ് അല്ലെ? ഓക്കെ, അപ്പൊ കാൽസ്യവും ഫോസ്ഫറസും കേട്ടോ. ഫോസ്ഫറസും വരുന്നുണ്ട്, കാൽസ്യവും ഫോസ്ഫറസും വരുന്നുണ്ട് ബോൺസിൽ. നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം മെറ്റൽ ചോദിച്ചാൽ കാൽസ്യം പറയണം. കാൽസ്യം കോമ്പൗണ്ട് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും പറയണം. അതിൽ കാൽസ്യം ഫോസ്ഫേറ്റിന്റെ അളവ് ഏതാണ്ട് ഒരു 85% എന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. കൂടുതൽ ഏതാണെന്ന് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തെ ഓസ്റ്റിയോളജി, സ്റ്റഡി ഓഫ് ബോൺസ് ഓസ്റ്റിയോളജി. ഇനി സെൽസ് ഏതാണെന്ന് ചോദിച്ചാൽ അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ ചോദിച്ചാൽ, സെൽസ് ചോദിച്ചാൽ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അതേപോലെ നവജാത ശിശുക്കളിൽ എത്ര അസ്ഥികൾ ഉണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ 300 എന്നാണ് പറയാറ് അല്ലെ? 300 അസ്ഥികൾ എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികൾ എന്ന് പറഞ്ഞു, ശരിയല്ലേ? അപ്പൊ ഈ ബാക്കിയുള്ളത് എവിടെ പോയി എന്നുള്ളതൊരു സംശയം ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുക, ഈ 300 അസ്ഥികൾ 206 അസ്ഥികളായിട്ട് ചുരുങ്ങും. ഓക്കെ, അപ്പൊ നവജാത ശിശുക്കളിൽ അസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പൊ അത് 206 അസ്ഥികളായിട്ട് ചുരുങ്ങും. ഓക്കെ, അപ്പൊ ഒരു ആരോഗ്യവാനായ പുരുഷനിൽ അല്ലെങ്കിൽ ആരോഗ്യവാനായ സ്ത്രീയിൽ എത്ര അസ്ഥികൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ 206 അസ്ഥികളെ പറയേണ്ടത്. എന്നാൽ നവജാത ശിശുക്കളിൽ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ 300 ആണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ 94 എണ്ണം കുറഞ്ഞു അല്ലെ? ഓക്കെ, 300 94 കുറച്ച് എത്രയാ? 206. ശരിയല്ലേ? ഓക്കെ, അപ്പൊ 206 അസ്ഥികളായിട്ട് ചുരുങ്ങും എന്ന് മനസ്സിലാക്കുക. പക്ഷെ ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നവജാത ശിശുക്കളിൽ എത്ര അസ്ഥികൾ എന്ന് ചോദിക്കുമ്പോൾ 300 പറയണം. ഓക്കെ, ഇനി ആരോഗ്യവാനായിട്ടുള്ള പുരുഷന്, സ്ത്രീക്ക് എന്നാണ് ചോദ്യമെങ്കിൽ, ഒരാളുടെ ശരീരത്തിൽ എന്നൊക്കെയാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ 206 ആണ് പറയേണ്ടത്. ഇത് നവജാത ശിശു എന്ന് ചോദിച്ചാൽ മാത്രമേ നിങ്ങൾ 300 പറയാവൂ. ക്ലിയർ അല്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം, മാറിപ്പോരുത്. ഓക്കെ, ഇനി അസ്ഥികൾ നിർമ്മിച്ചിട്ടുള്ളത് അല്ലെ ഏതൊക്കെ കോമ്പൗണ്ട്സ് കൂടി ചേർന്നാണെന്ന് പറഞ്ഞു, ലോഹം ഏതാണെന്ന് പറഞ്ഞു,
ഓക്കെ, പിന്നെ കോശങ്ങളുടെ പേര് പറഞ്ഞു, പിന്നെ അസ്ഥികളെ കുറിച്ചുള്ള പഠനവും പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ആദ്യത്തെ അസ്ഥി ബാങ്ക് ഇന്ത്യയിൽ എവിടെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ തമിഴ്നാട്ടിൽ ചെന്നൈ ആണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ തമിഴ്നാട്ടിലാണ് കേട്ടോ, തമിഴ്നാടു. ഓക്കെ, തമിഴ്നാട്ടില് ചെന്നൈ ആണ് ഓപ്ഷൻ കൊടുക്കുന്നത്. ആദ്യത്തെ അസ്ഥി ബാങ്ക് ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇനി ആദ്യത്തെ രക്തബാങ്ക് പറഞ്ഞിരുന്നോ? അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണേ, ഇന്ത്യയിലെ ആദ്യത്തെ രക്തബാങ്ക് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. ബ്ലഡ് ബാങ്ക്, ഇന്ത്യയിലെ ആദ്യത്തെ രക്തബാങ്ക് എവിടെയാണ് തുടങ്ങിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വെസ്റ്റ് ബംഗാൾ ആണ് പറയേണ്ടത്. അത് ബ്ലഡ് ബാങ്ക് കേട്ടോ. അത് വേണമെങ്കിൽ കൺഫ്യൂഷൻ ആവരുത്, ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ബ്ലഡ് ബാങ്ക് എന്നാണ് ചോദ്യമെങ്കിൽ വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ കൊൽക്കത്ത എന്ന് കൊടുത്താൽ മതി. ഓക്കെ, എന്നാൽ ആദ്യത്തെ ബോൺ ബാങ്ക്, അസ്ഥി ബാങ്ക്, ഓക്കെ, രക്തബാങ്ക് കൊൽക്കത്ത പറഞ്ഞു ഞാൻ അല്ലെ. ആദ്യത്തെ അസ്ഥി ബാങ്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈ ആണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ചെന്നൈ. ക്ലിയർ അല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കുക, മാറിപ്പോരുത്. ഓക്കെ, ആദ്യത്തെ അസ്ഥി ബാങ്ക് ചെന്നൈയിലാണ്, എന്നാൽ ആദ്യത്തെ രക്തബാങ്ക് ഇന്ത്യയിൽ കൊൽക്കത്തയിലാണ് കേട്ടോ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇനി നവജാത ശിശുക്കളിൽ 300 അസ്ഥികൾ, അത് എത്ര അസ്ഥികളായിട്ട് ചുരുങ്ങും? 206 അസ്ഥികളായിട്ട്. പിന്നെ കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ് കോമ്പൗണ്ട്സ് കേട്ടോ, കാൽസ്യം കോമ്പൗണ്ട്സ്. പിന്നെ മെറ്റൽ ചോദിച്ചാൽ കാൽസ്യം പറയണം. ഓക്കെ, കാൽസ്യവും ഫോസ്ഫറസും, അതിൽ മെറ്റൽ കാൽസ്യമാണ്, ഫോസ്ഫറസ് മെറ്റൽ അല്ല കേട്ടോ, നോൺ മെറ്റൽ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫോസ്ഫറസ് നോൺ മെറ്റൽ ആണ്. ഓക്കെ, അപ്പൊ ഏതാണ് നോൺ മെറ്റൽ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോസ്ഫറസ് കൊടുക്കാം അല്ലെ. ടെട്രാ ആറ്റോമിക് ആണല്ലോ, 4 ഫോസ്ഫറസ് അല്ലെ, P4 എന്നാണ് പറയാം അല്ലെ. ഫോസ്ഫറസിന്റെ എങ്ങനെ നമ്മൾ എഴുതാം? P4. 4 ഫോസ്ഫറസ് ആറ്റംസ് കൂടി ചേർന്നിട്ടുള്ള ഒരു രൂപമാണ് ഫോസ്ഫറസിന്, P4 നമ്മൾ പറയാം. ഓക്കെ, ഇതിന് നമ്മൾ എന്താ പറയാ? ടെട്രാ ആറ്റോമിക്. അപ്പൊ ടെട്രാ ആറ്റോമിക് ആണ് ആര്? ഫോസ്ഫറസ്. അതേപോലെ S8, ഇത് എന്താ പറയുമ്പോൾ ഒക്ടാ ആറ്റോമിക് എന്നാണ് പറയാ. ഒക്ടാ ആറ്റോമിക് മോളിക്യൂൾ ആണ് ഏത്? സൾഫർ. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒക്ടാ ആറ്റോമിക്കും ടെട്രാ ആറ്റോമിക്കും ചോദിക്കാറുണ്ട്. ഒക്ടാ ആറ്റോമിക് തന്മാത്ര, മീൻസ് ബഹു ആറ്റോമിക തന്മാത്രയിലാണ് ഈ ടെട്രാ ആറ്റോമിക്കും ഒക്ടാ ആറ്റോമിക്കും ഒക്കെ വരുന്നത്. ടെട്രാ എന്ന് പറഞ്ഞാൽ 4 എണ്ണം അല്ലെ. P4, 4ന്റെ നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് 4 നമ്മൾ എന്താ പറയാ? ടെട്രാ. മോണോ, ഡൈ, ട്രൈ, ടെട്രാ, പെന്റ, ഹെക്സ, ഹെപ്റ്റ, ഒക്ട, നെണ്ണ, ഡെക്ക, അങ്ങനെ നമ്മൾ പറയാം അല്ലെ. അപ്പൊ മോണോ എന്ന് പറഞ്ഞാൽ 1, ഡൈ എന്ന് പറഞ്ഞാൽ 2 അല്ലെ, ട്രൈ എന്ന് പറഞ്ഞാൽ 3, ടെട്രാ എന്ന് പറഞ്ഞാൽ 4. അപ്പൊ ടെട്രാ ആറ്റോമിക് എന്ന് പറയാം ഫോസ്ഫറസ്. അത് നമ്മുടെ അസ്ഥികളിൽ വരുന്നുണ്ട്, എല്ലിലും പല്ലിലും വരുന്നുണ്ട്, ബോൺസിലും വരുന്നുണ്ട്, ടീത്തിലും വരുന്നുണ്ട്. ഇനി സൾഫർ ഞാൻ പറഞ്ഞോ, ഒക്ട ആറ്റോമിക്. ഒക്ട എന്ന് പറയുമ്പോൾ മോണോ, ഡൈ, ട്രൈ, ടെട്രാ, പെന്റ, ഹെക്സ, ഹെപ്റ്റ, ഒക്ട, 8 അല്ലെ, S8 കേട്ടോ. ശ്രദ്ധിക്കണേ, ഒക്ട ആറ്റോമിക് മോളിക്യൂൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൾഫർ പറയണം, ടെട്രാ ആറ്റോമിക് മോളിക്യൂൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോസ്ഫറസ് പറയണം കേട്ടോ. ഓക്കെ, ഇനി സെൽസിന്റെ പേരെന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ്. ഓക്കെ, ഇനി പഠനം എന്താണ്? ഓസ്റ്റിയോളജി. അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്ത് പറയുന്നത്? ഓസ്റ്റിയോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾ ബേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അസ്ഥികളുടെ അറേഞ്ച്മെന്റിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് അസ്ഥികളെ കുറിച്ചിട്ട് നമുക്ക് പ്രധാനമായിട്ടും ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അസ്ഥികളെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി അതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അസ്ഥികളിൽ ഏതാണ്ട് 20% ജലമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. എത്ര ശതമാനത്തോളം ജലം എന്ന് ചോദിക്കുന്ന സമയത്ത് ഏതാണ്ട് 20%, 20% ജലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതേപോലെ ഏതാണ്ട് 85% ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, കാൽസ്യം ഫോസ്ഫേറ്റ് അല്ലെ. അപ്പൊ കാൽസ്യം കോമ്പൗണ്ടിൽ 85% കാൽസ്യം ഫോസ്ഫേറ്റ്, ബാക്കി കാൽസ്യം കാർബണേറ്റ്, അങ്ങനെ മനസ്സിലാക്കണേ. ഓക്കെ, അപ്പൊ അസ്ഥികളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കാൽസ്യം കോമ്പൗണ്ട്, ബോൺസിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കാൽസ്യം കോമ്പൗണ്ട് ചോദിച്ചാൽ നിങ്ങൾ കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് പറയേണ്ടത്. ഓക്കെ, പിന്നെയാണ് ഏത് വരുന്നത്? കാൽസ്യം കാർബണേറ്റ് വരുന്നത്. ഇനി അതേപോലെ ജലത്തിന്റെ അളവ് ചോദിച്ചാൽ 20% പറയണം. ഏതാണ്ട് 20%-ഓളം ജലമാണ് ഏത്? അസ്ഥികളിൽ 20% ആണ്. ഓക്കെ, ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ
അസ്ഥികളിലും സന്ധികളിലും, അസ്ഥി എന്ന് പറഞ്ഞാൽ ബോൺസ്, സന്ധി എന്ന് പറഞ്ഞാൽ ജോയിന്റ്. ഓക്കെ, അപ്പം അവിടെ നീല നിറം കലർന്ന ഒരു വെളുത്ത ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കാർട്ടിലേജ്. ഓക്കെ, ചോദ്യം വരാറുണ്ട്, ശ്രദ്ധിക്കണം. ഓക്കെ, അസ്ഥികളിലും സന്ധികളിലും ബോൺസിലും ജോയിന്റ്സിലും കാണുന്ന നീല കലർന്ന വെളുത്ത ഭാഗം എന്നാണ് ചോദ്യം. നിങ്ങൾ ഏത് ഓപ്ഷൻ കൊടുക്കേണ്ടത്? കാർട്ടിലേജ്. കാർട്ടിലേജിനെയാണ് എന്ത് പറയാ? തരുണാസ്ഥി എന്ന് പറയുന്നത്. ഓക്കെ, കാർട്ടിലേജിനെയാണ് തരുണാസ്ഥി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ബോൺസിലും ജോയിന്റ്സിലും കാണുന്ന നീല കലർന്ന വെളുത്ത ഭാഗമാണ് ഇത് കാർട്ടിലേജ്, തരുണാസ്ഥി കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ കണക്റ്റീവ് ടിഷ്യൂലാണ് അസ്ഥി വരുന്നത്. അത് ഞാൻ ടിഷ്യൂസിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് അല്ല, ടിഷ്യൂസ് നമ്മൾ എടുത്തതാണ്. ടിഷ്യൂസിൽ കണക്റ്റീവ് ടിഷ്യൂ പറഞ്ഞിരുന്നല്ലോ അല്ലെ, ഓർമ്മ ഉണ്ടോ? ടിഷ്യൂസിൽ നമ്മൾ കണക്റ്റീവ് ടിഷ്യൂല് പറഞ്ഞതാണ് ഏതൊക്കെ? ബോൺസ്, ടെൻഡൻ, ലിഗമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ബോൺസ് എവിടെയാ വരുന്നത്? അസ്ഥികൾ എവിടെയാ വരുന്നത്? കണക്റ്റീവ് ടിഷ്യൂ, യോജക കലയിലാണ് വരുന്നത് അല്ലെ. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, നെർവ് ടിഷ്യൂ അല്ലെ. മനുഷ്യ ശരീരത്തില് 4 കലകളാണുള്ളത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ, 4 types of tissue we have. What are they? Epithelial, connective, muscular, nervous. ഓക്കെ, അപ്പൊ അതില് കണക്റ്റീവ് ടിഷ്യൂലാണ് ആര് വരുന്നത്? ബോൺസ്, അസ്ഥികൾ വരുന്നത്. ബോൺസ്, ലിഗമെന്റ്, ടെൻഡൻ. ഓക്കെ, അതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഈ ലിഗമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സ്നായുക്കള്. ഓക്കെ, അപ്പൊ 2 അസ്ഥികളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് നിർത്തുന്ന സ്ഥലത്തെയാണ് നമ്മൾ സന്ധി, ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 2 അസ്ഥികളെ തമ്മിൽ യോജിപ്പിക്കുന്ന സ്ഥലം ജോയിന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ആ ജോയിന്റിൽ കാണുന്ന ഫ്ലൂയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സൈനോവിയൽ ഫ്ലൂയിഡ് ആണ് പറയേണ്ടത്. സൈനോവിയൽ ദ്രവം. ഓക്കെ, അപ്പൊ ജോയിന്റിൽ കാണുന്ന ഫ്ലൂയിഡ് ഏതാണ്? സൈനോവിയൽ ഫ്ലൂയിഡ്. ഘർഷണം കുറയ്ക്കുക. ഓക്കെ, അസ്ഥികൾ തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ സൈനോവിയൽ ദ്രവത്തിന്റെ ധർമ്മം വരുന്നത്. ഫംഗ്ഷൻ അതാണ് വരുന്നത്, ഘർഷണം കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഈ അസ്ഥികൾ തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലമാണല്ലോ അല്ലെ ജോയിന്റ് അല്ലെ. 2 ബോൺസ് കൂടിച്ചേരുന്ന സ്ഥലത്തെയാണ് നമ്മൾ ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് തമ്മിൽ കൂട്ടിച്ചേർത്ത് നിർത്തുന്നത്? നാരുകൾ ഉപയോഗിച്ചിട്ടാണ്. ആ നാരുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിഗമെന്റ്സ് എന്ന് വിളിക്കുന്നത്, സ്നായുക്കൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ലിഗമെന്റ്സ് എവിടെ കാണുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ജോയിന്റ് പറയാം. ഈ സൈനോവിയൽ ഫ്ലൂയിഡ് എവിടെ കാണുന്നത് എന്ന് ചോദിച്ചാലും ജോയിന്റ് പറയാം. ഓക്കെ, അപ്പൊ ജോയിന്റിൽ അല്ലെ, സന്ധിയിൽ അല്ലെങ്കിൽ ജോയിന്റിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് ഏത്? സൈനോവിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ഘർഷണം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ സൈനോവിയൽ ഫ്ലൂയിഡിന്റെ ധർമ്മം. അസ്ഥികൾ കൂടിച്ചേരുന്ന സ്ഥലത്താണ് കാണുന്നത്, അല്ലെങ്കിൽ ജോയിന്റിലാണ് കാണുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. ഏത്? സൈനോവിയൽ ഫ്ലൂയിഡ്. ഘർഷണം കുറയ്ക്കുക എന്നുള്ളതാണ് സൈനോവിയൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷനും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ ജോയിന്റിൽ കാണുന്ന ഫൈബറുകളെയാണ്, നാരുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. സ്നായുക്കള്, ലിഗമെന്റ്സ്. ഓക്കെ, ജോയിന്റിൽ കാണുന്ന നാരുകളെ പറയുന്ന പേരാണെന്ത്? ലിഗമെന്റ്സ് കേട്ടോ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണേ, ലിഗമെന്റ്സ്. സ്നായുക്കൾ എന്ന് പറയും കേട്ടോ, സ്നായുക്കള്, ലിഗമെന്റ്സ്. ഓക്കെ, ഇനി ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അസ്ഥികളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് നിർത്തുന്ന സ്ഥലത്തെയാണ് നമ്മൾ ജോയിന്റ്, സന്ധി എന്ന് പറയുന്നത്. ഇനി ആ ജോയിന്റിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് ഏത്? സൈനോവിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇനി ജോയിന്റിൽ എങ്ങനെയാണ് ഈ അസ്ഥികൾ തമ്മിൽ എങ്ങനെയാണ് അല്ലെ? നാരുകൾ മുഖേനയാണ് അല്ലെ അവിടെ ജോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തമ്മിൽ ചേർത്ത്
സ്ഥലത്ത് നിൽക്കുന്നത് അല്ലെ, തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലത്ത് കാണുന്ന നാരുകളെയാണ് നമ്മൾ ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ഒക്കെ ശ്രദ്ധിക്കണേ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം, പ്രത്യേകം ശ്രദ്ധിക്കുക. ജോയിന്റ്, സന്ധി. ഓക്കെ, ഇനി സ്റ്റഡി ഓഫ് ജോയിന്റ് ചോദിച്ചാൽ നിങ്ങൾ ആർത്രോളജി ആണ് പറയേണ്ടത് കേട്ടോ. ആർത്രോളജി, സ്റ്റഡി ഓഫ് ജോയിന്റ്. ഓക്കെ, സന്ധികളെ കുറിച്ചുള്ള പഠനത്തെയാണ് ആർത്രോളജി എന്ന് പറയുന്നത്, മാറിപ്പോരുത്. സ്റ്റഡി ഓഫ് ബോൺസ്, ഓസ്റ്റിയോളജി. സ്റ്റഡി ഓഫ് മസിൽസ്, മയോളജി. സ്റ്റഡി ഓഫ് ജോയിന്റ്, ആർത്രോളജി. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞത്? സ്റ്റഡി ഓഫ് ബോൺസ്, ഓസ്റ്റിയോളജി. സ്റ്റഡി ഓഫ് ജോയിന്റ്സ്, ആർത്രോളജി. സ്റ്റഡി ഓഫ് മസിൽസ്, മയോളജി. അതൊരു ബോക്സിലാക്കിയിട്ട് കൊടുക്കണം കേട്ടോ, ശരിക്കും പഠിക്കണം. ഓക്കെ, അപ്പം അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ഓസ്റ്റിയോളജി എന്ന് പറയുന്നത്. ഇനി സന്ധികള്, ജോയിന്റ്സിനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ആർത്രോളജി എന്ന് പറയുന്നത്. ഇനി സന്ധികളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജോയിന്റിനെ ബാധിക്കുന്ന രോഗമാണ് ആർത്രൈറ്റിസ്, വാദം. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ജോയിന്റിനെ ബാധിക്കുന്നതാണ്. അപ്പൊ ആർത്രോളജി, ആർത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ ടേമിൽ തന്നെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ വാദം അല്ലെ സന്ധികളെ ബാധിക്കുന്നതാണ്. സന്ധി എന്ന് പറഞ്ഞാൽ ജോയിന്റ് കേട്ടോ. ഓക്കെ, ആർത്രോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധികളെ കുറിച്ചുള്ള പഠനമാണ്. ജോയിന്റിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്ത് പറയുന്നത്? ആർത്രോളജി എന്ന് പറയുന്നത്. ഇനി മസിൽസിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്ത് പറയുന്നത്? മയോളജി. മാറിപ്പോരുതേ. ഓസ്റ്റിയോളജി, ആർത്രോളജി, മയോളജി. ഓക്കെ, ഇനി ആർത്രോളജി ഞാൻ പറഞ്ഞു അല്ലെ, ജോയിന്റുകളെ കുറിച്ചുള്ള പഠനം, സ്റ്റഡി ഓഫ് ജോയിന്റ്സ് കേട്ടോ. അപ്പൊ ആ ജോയിന്റിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് ഏത്? സൈനോവിയൽ ഫ്ലൂയിഡ്. ശ്രദ്ധിക്കാം. ഇനി ഘർഷണം കുറയ്ക്കുക. ഓക്കെ, ഘർഷണം കുറയ്ക്കുക എന്നുള്ളതാണ് സൈനോവിയൽ ഫ്ലൂയിഡിന്റെ ഫങ്ഷൻ, അതാണ്. ഇനി അവിടെ ഈ അസ്ഥികൾ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന, അങ്ങനെ പറഞ്ഞാൽ മതി, അസ്ഥികളെ തമ്മിൽ യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന നാരുകളെയാണ് നമ്മൾ ലിഗമെന്റ്സ്, സ്നായുക്കൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ജോയിന്റിൽ. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ബോൺസ് കഴിഞ്ഞിട്ട് ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സിനെ കുറിച്ചിട്ട് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അപ്പൊ സൈനോവിയൽ ഫ്ലൂയിഡ് പറഞ്ഞു, ജോയിന്റ് പറഞ്ഞു, സൈനോവിയൽ ഫ്ലൂയിഡിന്റെ ധർമ്മം പറഞ്ഞു, ലിഗമെന്റ്സും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ അസ്ഥികളിൽ തന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോൺസിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പല തരത്തിലുള്ള അസ്ഥികളുണ്ട് നമ്മുടെ ശരീരത്തിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ അസ്ഥികളെ കുറിച്ചിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിപ്പോ നമ്മൾ അസ്ഥികളെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ സന്ധികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, സന്ധിയിൽ കാണുന്ന നാരുകൾ ഏതൊക്കെയാണ് അല്ലെ, ജോയിന്റിൽ കാണുന്ന ഫൈബറുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എൻഡോസ്കെലിട്ടണില്, ആക്സിയൽ സ്കെലിട്ടണിൽ വരുന്ന അസ്ഥികൾ ഏതൊക്കെയാണ്, അതേപോലെ എൻഡോസ്കെലിട്ടണില്, അപ്പെൻഡിക്കുലർ സ്കെലിട്ടണിൽ വരുന്ന ബോൺസ്, അസ്ഥികൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഞാൻ പറഞ്ഞു അസ്ഥിക്കൂടത്തെ നമുക്ക് ബാഹ്യാസ്ഥിക്കൂടം, ആന്തരാസ്ഥിക്കൂടം എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, അതിൽ ആന്തരാസ്ഥിക്കൂടത്തില് അല്ലെ, എൻഡോസ്കെലിട്ടണില്, ആന്തരാസ്ഥിക്കൂടത്തില് എൻഡോസ്കെലിട്ടണില് വരുന്നതാണ് ഏതൊക്കെ? ആക്സിയൽ, അപ്പെൻഡിക്കുലർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ആക്സിയൽ സ്കെലിട്ടൺ നമ്മൾ അക്ഷാസ്ഥിക്കൂടം എന്ന് പറയുന്നത്, അപ്പെൻഡിക്കുലർ സ്കെലിട്ടൺ നമ്മൾ അനുബന്ധ അസ്ഥിക്കൂടം എന്ന് പറയുന്നത്. അപ്പൊ എൻഡോസ്കെലിട്ടണിൽ എത്ര അസ്ഥികള്? 206 അസ്ഥികള്. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ മുടിന്റെയും പല്ലിന്റെയും നഖത്തിന്റെ ഒക്കെ എണ്ണം കൂട്ടിയിട്ടാണോ 206? അല്ല, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഹ്യ അസ്ഥികളാണ്. അത് നമ്മൾ ഈ എണ്ണത്തിൽ നമ്മൾ ഉൾപ്പെടുത്താറില്ല. അത് ബാഹ്യ അസ്ഥികളാണ്. മുടി, നഖം, പല്ല്, അതൊക്കെ ബാഹ്യ അസ്ഥികളാണ്, നമുക്ക് കാണാൻ കഴിയുന്നത് ബാഹ്യ അസ്ഥികൾ. എന്നാൽ നമുക്ക് കാണാൻ കഴിയാത്ത ആന്തര അസ്ഥികളെ പേരും അതിന്റെ ധർമ്മവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ ആ ഭാഗത്ത് നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ എൻഡോസ്കെലിട്ടൺ, ആന്തര അസ്ഥിക്കൂടത്തില് എത്ര അസ്ഥികള്? 206 അസ്ഥികള്. 206 അസ്ഥികള്. ഓക്കെ, അതില് ആക്സിയൽ സ്കെലിട്ടണിൽ എത്ര എണ്ണം വരും? 80 എണ്ണം വരും അല്ലെ, 80 എണ്ണം ആക്സിയൽ സ്കെലിട്ടണിൽ. ഓക്കെ, അപ്പൊ ബാക്കി എത്ര ഉണ്ട്? 206 80 കഴിച്ചാൽ ബാക്കി എത്ര ഉണ്ട്? അല്ലെ, 126 എണ്ണം എവിടെ വരും?
അപ്പെൻഡിക്കുലർ സ്കെലിട്ടണിൽ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം വരുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ മെനി ബോൺസ് ദാറ്റ് വി ഹാവ് ഇൻ അവർ എൻഡോസ്കെലിട്ടൺ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ 206 ആണ് പറയേണ്ടത്. എന്നാൽ ന്യൂ ബോൺ ബേബിയുടെ എന്ന് ചോദിക്കുന്ന സമയത്ത് 300 ആണ് പറയേണ്ടത്. അത് ഞാൻ പറഞ്ഞു അല്ലെ, നവജാത ശിശുവിൽ 300, അത് 206 ആയിട്ട് ചുരുങ്ങും എന്ന് പറഞ്ഞു ഞാൻ അല്ലെ. 300 അല്ലെ, 300 എത്രയായിട്ട്, അതെ 206 ആയിട്ട് അല്ലെ ചുരുങ്ങും എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ആരോഗ്യവാനായ ഒരാളില്, ഹെൽത്തി മാൻ, ആരോഗ്യവാനായ ഒരാളിൽ 206 അസ്ഥികൾ. അപ്പൊ 206 അസ്ഥികളുടെ ക്രമീകരണമാണ് ഇപ്പൊ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതില് 80 എവിടെ വരും? 80 ബോൺസ് ആണ് ആക്സിയൽ സ്കെലിട്ടണിൽ വരുന്നത്. 126 എവിടെ വരും? അപ്പെൻഡിക്കുലർ സ്കെലിട്ടണിൽ വരും. ഓക്കെ, അപ്പൊ ആ ആക്സിയൽ സ്കെലിട്ടണിലുള്ള 80 ബോൺസിനെയാണ് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ അതില് ഏറ്റവും കുറവ് കാണുന്നതിൽ നിന്ന് കൂടുതലും അങ്ങനെ, ഓക്കെ, അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. എവിടുന്ന് തുടങ്ങാം നമുക്ക് അല്ലെ? കഴുത്തിൽ നിന്ന് തുടങ്ങാം അല്ലെ? തലയിൽ വരുന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ, എണ്ണം ഇങ്ങനെ കൂടി വരുന്ന രീതിയിലാണ് ഞാൻ ക്രമീകരിക്കുന്നത് കേട്ടോ. ഓക്കെ, പൊസിഷൻ വേണമെങ്കിൽ ഞാൻ പറയാം, കേട്ടോളൂ. നെക്ക്, ചെസ്റ്റ്, കഴുത്ത്, ചെസ്റ്റ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്തത് സ്കള്ള്. ഓരോ സ്ഥലമാണ് ഇപ്പൊ ഞാൻ അവിടെ എഴുതുന്നത്, നമ്മുടെ ശരീരത്തിൽ ഓരോ അല്ലെ സ്ഥലങ്ങളാണ് ഇപ്പൊ ഞാൻ അവിടെ കാണിക്കുന്നത് കേട്ടോ. നെക്ക് എന്ന് പറഞ്ഞ കഴുത്ത്, ചെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഈ ഭാഗത്തെയാണ് നമ്മൾ ചെസ്റ്റ് എന്ന് പറയുന്നത്. ചെസ്റ്റ് ബോക്സ് അല്ലെങ്കിൽ റിബ് കേജ് എന്നൊക്കെ പറയാം നമുക്ക് അല്ല. റിബ് കേജ് വരുന്ന ഭാഗം, റിബ് കേജ് എന്നല്ല, റിബ് കേജ് വരുന്ന ഉൾപ്പെടുന്ന ഭാഗമാണത് അല്ലെ. തൊറാസിക് കാവിറ്റി, ഓക്കെ, തൊറാസിക് കാവിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓക്കെ, പിന്നെ അബ്ഡോമിനൽ കാവിറ്റി, ട്രങ്ക് പോർഷനിലാണ് അതൊക്കെ വരുന്നത്. അതില് ഈ ഭാഗത്തെ നമ്മള് തൊറാക്സ് എന്ന് പറയാം. തൊറാക്സ്, ചെസ്റ്റ് ബോക്സ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ചെസ്റ്റ്, പിന്നെ സ്കള്ള്, തലയോട്ടി, കപാലം, ക്രാനിയം. അത് നമ്മള് ബ്രെയിൻ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു, ക്രാനിയോളജി, സ്റ്റഡി ഓഫ് സ്കള്ള്, ക്രാനിയോളജി. ഓക്കെ, സ്കള്ള്, റിബ്സ്. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ഞാൻ വിട്ടുപോയി, അതിവിടെ ഞാൻ ചേർക്കുന്നുണ്ട്, ശ്രദ്ധിക്കണേ. ഇയർ ഓസിക്കിൾസ്. അപ്പൊ നെക്കിൽ എത്ര എണ്ണുണ്ട്, ചെസ്റ്റിൽ എത്ര എണ്ണുണ്ട്, ഇയർ ഓസിക്കിൾസ് എത്ര എണ്ണുണ്ട്, സ്കള്ളിൽ എത്ര ഉണ്ട്, റിബ്സിൽ എത്ര ഉണ്ട്, പിന്നെ അതേപോലെ വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബാക്ക് ബോൺ. നട്ടെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. നട്ടെല്ല് അല്ലെ, നട്ടെല്ലിനെയാണ് നമ്മൾ വെർട്ടിബ്രൽ കോളം, ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഞാനിവിടെ അസ്ഥികളുടെ എണ്ണം എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കണേ. നെക്കില് 1, ചെസ്റ്റില് 1 ഞാൻ അവിടെ കൊടുക്കുന്നത്. പിന്നെ റിബ്സ് വേറെ ഞാൻ കൊടുത്തിട്ടുണ്ട്, റിബ്സും ചെസ്റ്റിൽ വരുന്നതാണ് കേട്ടോ, അത് ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഇയർ ഓസിക്കിൾസ് 6 വരും. ഓക്കെ, 6. ഇയർ ഓസിക്കിൾസ് 6 എന്നല്ല, ഇയർ ഓസിക്കിൾസിൽ 6 അസ്ഥികൾ വരും. ക്ലിയർ അല്ലേ? ഇനി സ്കള്ളില് 22 വരും, റിബ്സില് 24 വരും, നട്ടെല്ലില് 26 വരും. ഇനി ഇതൊന്ന് കൂട്ടി നോക്കൂ നിങ്ങൾ. 26 24 എത്രയായി? 50 ആയില്ലേ? 50 22 എത്രയാ? 72. 72 6 78. 78 2 80. 80 അസ്ഥികളുടെ അറേഞ്ച്മെന്റ് കണ്ടോ? ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ അസ്ഥികളുടെ പേരൊന്നും ഞാൻ കൊടുത്തിട്ടില്ലേ, ഞാൻ ആ സ്ഥലം മാത്രമാണ് കാണിച്ചത്, അത് ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ആദ്യം നമ്മൾ സ്കള്ളാണ് പറയേണ്ടത്. സ്കള്ളിലുള്ളത് എത്ര എണ്ണം? 22. തലയോട്ടി അല്ലെ, കപാലം, ക്രാനിയം, തലയോട്ടി 22. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നെക്ക്. നെക്കിൽ 1 വരുന്നത്. പിന്നെ വരുന്നത് ചെസ്റ്റ് അല്ലെ, ചെസ്റ്റില് ഒരു മാറല്ലും ഉണ്ട്, പിന്നെ അതിന്റെ കവറിങ് ആയിട്ട് വരുന്ന വാരിയല്ലുകളും ഉണ്ട്. അതൊക്കെ ചെസ്റ്റിൽ വരുന്നതാണ്. അതിന്റെയൊക്കെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാനിതാ. റിബ്സ് എന്നാണ് പറയാ വാരിയല്ലുകൾക്ക് കേട്ടോ.
ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ ചെവി നമ്മള് പറയാൻ വിട്ടുപോയില്ലേ. സ്കള്ളില് ചെവി വരില്ലല്ലോ. ചെവി സ്കള്ളിൽ നമ്മൾ പറയരുത്, ചെവി ഭാഗം പറയാം. നമ്മൾ ഇയർ ഓസിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത അതാണ് ഞാൻ. ഇയർ ഓസിക്കിൾസ് അല്ലെ, ഒരു ചെവിയിൽ 3 അസ്ഥികൾ വരും. അപ്പൊ ഇരു ചെവികളിൽ 6 എണ്ണം അല്ലെ, 2 ചെവിയാണല്ലോ നമുക്കുള്ളത് അല്ലെ. അപ്പൊ 6 എണ്ണം പറയണം, അതവിടെ എഴുതിയ ഞാൻ. ഇനി അതേപോലെ നട്ടല് അല്ലെ, റിബ്സില് അറിയാം നിങ്ങൾക്ക്. വാരിയല്ലുകളുടെ എണ്ണം 24, 12 ജോഡി എന്നാണ് നമ്മൾ പറയാ. 12 ജോഡി എന്ന് പറയുമ്പോൾ 24 വരും. ഇനി നട്ടെല്ലില് 26 അസ്ഥികൾ എന്നാണ് നമ്മൾ പറയാം അല്ലെ. നട്ടെല്ലിൽ 26. അപ്പൊ എന്ന് കൂട്ടി നോക്കുക, അവിടെ നമുക്ക് കൂട്ടിയാൽ തന്നെ നമുക്ക് വേഗം കിട്ടും അല്ലെ. 26, 24 എത്രയാ? 50. 50, 22 എത്രയാ? 72. 72 മാറും 78, 79, 80. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഓരോന്നിന്റെ പേരുകൾ അങ്ങ് പറഞ്ഞു പോവാം നമുക്ക് അല്ലെ. ഓരോന്നുള്ളത് ഇതൊക്കെ പിന്നെ കൂടുതൽ എണ്ണം വരുന്നത് കൊണ്ട് എല്ലാത്തിൻ്റെ ഒന്ന് പേര് പഠിക്കണം. പക്ഷെ നമുക്ക് ചോദ്യം വരുന്നത് മാത്രം ഒന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. കഴുത്തിലുള്ള ആ ഒരു അസ്ഥിക്ക് പറയുന്ന പേരാണ് ഹയോയിഡ് അസ്ഥി. ഹയോയിഡ് ബോൺ കേട്ടോ, ഹയോയിഡ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഹയോയിഡ്. നെക്കില് വരുന്നത് കേട്ടോ. ഒരേ ഒരു അസ്ഥിയാണ് നമുക്ക് നെക്കിൽ വരുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ എന്താണ്? കശേരുക്കളാണ് അല്ലെ. നമ്മുടെ കഴുത്തിൽ എത്ര കശേരുക്കളുണ്ട്? വെട്ടിബ്ര എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം. 7 വെട്ടിബ്ര. അതേപോലെ ജിറാഫിനും 7 കശേരുക്കളാണ് കേട്ടോ കഴുത്തിൽ വരുന്നത്. അത് ശ്രദ്ധിക്കണം. ഓക്കെ, എത്ര കശേരുക്കൾ ഉണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല, എവിടെ? കഴുത്തില്. അത് 7 കശേരുക്കളാണ് നിങ്ങൾ പറയേണ്ടത്. അത് ജിറാഫ് ആയാലും ശരി, മനുഷ്യനായാലും ശരി 7. സസ്തനികൾക്കൊക്കെ 7 എന്നാണ് നമ്മൾ പറയാം. 7 കശേരുക്കള്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ ഒരസ്ഥിയാണുള്ളത്, ഒരേ ഒരു അസ്ഥിയാണ് ഹയോയിഡ് അസ്ഥി എന്നാണ് നമ്മൾ പറയാം. നെക്കില് കേട്ടോ, നെക്കില് അല്ലെ ഹയോയിഡ്. ഇനി ചെസ്റ്റില് 1 എന്നാണ് ഞാൻ കൊടുത്തത് കേട്ടോ അല്ലെ. 1 കൊടുത്തത് അല്ലേ. ഓക്കെ. അപ്പോ അത് നിങ്ങള് സ്റ്റേണം എന്നാണ് പേര് പറയാം. ചെസ്റ്റ് ബോൺ എന്ന് പറഞ്ഞാൽ സ്റ്റേണമാണ്. സ്റ്റേണം, മാറല് എന്ന് പറയും. ഇവിടെ ഒറ്റ എല്ലുണ്ട് നമുക്ക്, അതിന് നമ്മൾ മാറല് എന്നാണ് പറയാ. സ്റ്റേണം കേട്ടോ. മാറലിന്റെ പേര് ചോദിച്ചാൽ സ്റ്റേണം കേട്ടോ. അപ്പൊ ചെസ്റ്റ് ബോൺ എന്നാണ് ചോദ്യം വരിക. വിച്ച് ഈസ് അവർ ചെസ്റ്റ് ബോൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്റ്റേണാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. വിച്ച് ഈസ് അവർ നെക്ക് ബോൺ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹയോയിഡ് ആണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഹയോയിഡ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അതേപോലെ ഇയർ ഓസിക്കിൾസ് ആണ് പിന്നെ ഞാൻ കൊടുത്തത് അല്ലെ. അപ്പൊ ഇയർ ഓസിക്കിൾസില് 6 എണ്ണം അല്ലെ, 6 അസ്ഥികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു ചെവിയിൽ 3 എണ്ണം, ഇരു ചെവികളിൽ 6 എണ്ണം അല്ലെ. ഓക്കെ, അതിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിലേക്ക് പോകണം. ഞാൻ പറയാം. അതിന്റെ പിന്നെ പേരും അതിന്റെ ഷേപ്പ് നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ഞാൻ പറയാം. ഓക്കെ, മാലിയസ്, ഇൻകസ്, സ്റ്റെപ്പിസ് അസ്ഥികളുടെ പേര് നമുക്ക് ഇവിടെ എഴുതാം അല്ലെ. മാലിയസ്, ഇൻകസ്, സ്റ്റെപ്പിസ്. എവിടെ? ചെവിയിൽ കാണുന്നത്. അപ്പൊ ഒരു ചെവിയിൽ 3 എണ്ണം, ഇരു ചെവികളിൽ 6 എണ്ണം വരും. അപ്പോ ഇത് 3 എണ്ണം അവിടെ കൊടുത്ത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഈ 2 എണ്ണം വീതം ഉണ്ടാവും അല്ലെ. മാലിയസ് 2 എണ്ണം, ഇൻകസ് 2 എണ്ണം, സ്റ്റെപ്പിസ് 2 എണ്ണം. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ടോട്ടൽ എത്ര വരുന്നത്? 6 നമ്മൾ കൊടുത്തത്. പിന്നെ സ്റ്റേണോ 1 ഉള്ളൂ പറഞ്ഞു, ഹയോയിഡ് 1 ഉള്ളൂ. അത് ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ എത്ര മാലിയസ് ഉണ്ട് ചെവിയിൽ എന്ന് ചോദിക്കുമ്പോ 2 പറയണേ അല്ലെ. എത്ര ഇൻകസ് ഉണ്ട്? 2. എത്ര സ്റ്റെപ്സ് ഉണ്ട്? 2. അതിൽ ചെറിയ അസ്ഥിയൊക്കെ വരുന്നുണ്ട് കേട്ടോ, പറയാം. ഓക്കെ. ഇനി തലയോട്ടിയാണ് പിന്നെ ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊടുത്തത്, അല്ലാണ്ട് നമ്മളെ അതല്ല കേട്ടോ. അപ്പൊ ശരിക്കും പറയേണ്ട സമയത്ത് സ്കള്ള് തലയോട്ടിയാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. പിന്നെ ചെവി പറഞ്ഞിട്ടാണ് നമ്മൾ കഴുത്ത് പറയാം അല്ലെ. അപ്പൊ ആ രീതിയിലല്ല. അപ്പൊ എണ്ണം കൂടി വരുന്ന രീതിയിൽ നിങ്ങൾ ഓർത്ത്. അപ്പൊ പഠിക്കാൻ എളുപ്പമാണത് അങ്ങനെ പഠിക്കുമ്പോൾ. ഓർഡറിലങ്ങ് പഠിച്ചാൽ മതി. 1, 1, 6, 22, 24, 26. ഇവിടെ 22 നമ്മൾ കൊടുത്തത് അല്ലേ. ഓക്കെ, ആ 22 അസ്ഥികളെയാണ് 2 തരത്തിൽ നമുക്ക് തരംതിരിക്കുക. 22 അസ്ഥികളെ. ഓക്കെ, എവിടെ കാണുന്നേ? തലയോട്ടിയിൽ കാണുന്ന അല്ലേ. ഓക്കെ, ഏതൊക്കെയാ? ക്രാനിയൽ ബോൺസ്, ഫേഷ്യൽ ബോൺസ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. നമുക്ക് അങ്ങനെ മതി, അല്ലാണ്ട് ഓരോന്നിന്റെ പേരുകൾ വേണ്ട. ഓക്കെ, ക്രാനിയൽ ബോൺസ്, ഫേഷ്യൽ ബോൺസ്. ഇതിന്റെ എണ്ണം വേണം നമുക്ക്, എണ്ണം വേണം. ഓക്കെ, ഫേഷ്യൽ ബോൺസ് എത്ര എണ്ണം? 14 എണ്ണം. അത് ചുവന്ന മഷി ഉപയോഗിക്കുന്നുണ്ട്.
ഓക്കെ, ഫേഷ്യൽ ബോൺസ് എത്ര എണ്ണം? 14 കേട്ടോ. ഓക്കെ, ഇനി ക്രാനിയൽ ബോൺസ് എത്ര എണ്ണം? എത്ര വേണം? 22 ഉള്ളത്. 22 അസ്ഥികളാണ് നമ്മളെ തലയോട്ടിയിലുള്ളത്. ആ 22 അസ്ഥികളിൽ 14 നമ്മളെ മുഖത്ത് വന്നു അല്ലെ, ഫേസിൽ 14 വരുന്നത്, മുഖത്ത് 14 വരുന്നത്, 14. ഓക്കെ, ആ 14 നമ്മൾ ഫേഷ്യൽ ബോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി അപ്പൊ എത്ര ഉണ്ടാവും? 8 അല്ലെ. 8 നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്രാനിയൽ ബോൺസ്. അങ്ങനെയാണ് 14 8 22 അസ്ഥികൾ നമ്മുടെ തലയോട്ടിയിൽ വരുന്നത്. ഇനി അതുപോലെ ചെവിയിൽ ഞാൻ 3 പറഞ്ഞു, ഒരു ചെവിയിൽ, ഇരു ചെവികളിൽ 6 പറഞ്ഞു. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, ആ പേരുകൾ പഠിക്കാം. ഇവിടെ സ്കള്ളില് 22 പറഞ്ഞു. അതില് 8 ക്രാനിയൽ ബോൺസ് ആണ്, 14 ഫേഷ്യൽ ബോൺസ് ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി റിബ്സ് ആണ്. റിബ്സിനെ ഞാൻ എല്ലാ വാരിയല്ലുകളുടെയും പേരൊന്നും നമുക്ക് വേണ്ട. അപ്പൊ അതിന്റെ പ്രധാനമായിട്ടുള്ള ഡിവിഷൻ മാത്രം മതി നമുക്ക് അല്ലെ. എങ്ങനെ നമ്മൾ പറയാം? ട്രൂ റിബ്സ്, ഫാൾസ് റിബ്സ്, ഫ്ലോട്ടിംഗ് റിബ്സ്, അങ്ങനെയാണ് പറയാ കേട്ടോ ഡിവിഷന്. ഓക്കെ, ട്രൂ റിബ്സ്, ഫാൾസ് റിബ്സ്, ഫ്ലോട്ടിംഗ് റിബ്സ്. ഓക്കെ, അപ്പൊ എണ്ണം കൊടുക്കാം നമുക്ക്. ട്രൂ റിബ്സ് എത്ര എണ്ണം? 7. ഫാൾസ് റിബ്സോ 3. ഫ്ലോട്ടിംഗ് റിബ്സോ 2. 2 നല്ല ജോഡികളായിട്ട് വരിക. അപ്പൊ 7 3 10, 10 2 12 ആയിട്ടുള്ളൂ അല്ലെ. അപ്പൊ 12 പെയറായിട്ടാണ് വരിക. അതുകൊണ്ടാണല്ലോ 12 ജോഡി, 24 എന്ന് ഞാൻ പറഞ്ഞത് അല്ലെ. 24 എന്ന് നമ്മൾ പറഞ്ഞല്ലോ. 24 വാരിയല്ലുകൾ ഉണ്ടല്ലോ. Okay, there are 12 pairs of ribs we have in our rib cage എന്നാണ്. നമ്മുടെ നെഞ്ചും കൂടില് റിബ് കേജില് 24 വാരിയല്ലുകളുണ്ട്. അതിൽ 12 റൈറ്റ് സൈഡിൽ വരും, 12 ലെഫ്റ്റ് സൈഡിൽ വരും. അങ്ങനെയാണ് നമ്മൾ 12 ജോഡി എന്ന് പറയുന്നത്. ഓക്കെ, there are 12 pairs. അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 7 pairs, 3 pairs, 2 pairs എന്നാണ് പറയാറ്. അപ്പൊ എത്രയായി? 7 pairs എന്ന് പറയുമ്പോ എത്രയായി? 14 അല്ലെ. 3 pairs എന്ന് പറയുമ്പോ 6 ആയില്ലേ. ഓക്കെ, 2 pairs എന്ന് പറയുമ്പോ 4 ആയി അല്ലെ. അപ്പൊ എത്രയായി? 20 24. അപ്പൊ 24 വാരിയല്ലുകൾ. ഓക്കെ, 24 വാരിയല്ലുകൾ അല്ലെങ്കിൽ 12 ജോഡി വാരിയല്ലുകൾ കേട്ടോ. 12 pairs എന്ന് ഓർത്ത് വെക്കണേ. ക്ലിയർ ആണല്ലോ? വാരിയല്ലുകൾ. അതില് ഈ ഒരു തരംതിരിവിന് അടിസ്ഥാനം എന്താണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. അപ്പം മാറലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കാണുന്ന വാരിയല്ലുകളെയാണ് നമ്മൾ ശരിയായ വാരിയല്ലുകൾ, ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. സ്റ്റേണം എന്ന് പറഞ്ഞാൽ മാറല്. അപ്പൊ നിങ്ങൾ റിബ് കേജിന്റെ ആ ഇമേജ് ഒന്ന് നെറ്റിലൊന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ആ ചിത്രം ഒന്ന് നോക്കിയാൽ മതി. സ്റ്റേണവുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച്മെന്റ് വരുന്നത് ട്രൂ റിബ്സ്, ഇൻഡയറക്റ്റ് ആയിട്ട് ഫാൾസ് റിബ്സ്, ഇനി അറ്റാച്ച് ചെയ്യാത്തത് ഫ്ലോട്ടിംഗ് റിബ്സ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ തന്നെ ഓർത്ത് വെക്കുക. അത് ശരിക്കും കാണാം, നിങ്ങൾക്ക് ആ ഇമേജ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ ശരിക്കും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ചോദ്യ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ മെനി ട്രൂ റിബ്സ് ദാറ്റ് വി ഹാവ് ഇൻ അവർ റിബ് കേജ് എന്നാണ്. നിങ്ങൾ 7 pairs ആണ് കൊടുക്കേണ്ടത്. ഹൗ മെനി റിബ്സ് ദാറ്റ് വി ഹാവ് ഇൻ അവർ റിബ് കേജ് എത്രയാ? 12 pairs അല്ലെ. ഞാൻ പറഞ്ഞു 12 pairs of ribs we have എന്ന് പറഞ്ഞു അല്ലെ. ഹൗ മെനി pairs of ribs we have എന്ന് പറയുമ്പോൾ 12 pairs. ഹൗ മെനി ട്രൂ റിബ്സ് we have എന്ന് ചോദിക്കുമ്പോൾ 7 pairs. ഹൗ മെനി false ribs we have എന്ന് ചോദിക്കുമ്പോൾ 3 pairs. ഹൗ മെനി floating ribs we have എന്ന് ചോദിക്കുമ്പോൾ 2 pairs. അങ്ങനെയാണ് ടോട്ടൽ 12 pairs വരുന്നത്. കാരണം 7 3 10, 10 2 12 ജോഡി വാരിയല്ലുകൾ കൊണ്ടാണ് നമ്മുടെ റിബ് കേജ് നിർമ്മിച്ചിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അതേപോലെ നമുക്ക് വെർട്ടിബ്രൽ കോളം, ബാക്ക് ബോൺ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ബാക്ക് ബോണില് അപ്പൊ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ആവുന്ന ഒരു ചോദ്യമുണ്ട്. ഓക്കെ, 26 അസ്ഥികൾ എന്നാണ് പറയാറ് അല്ലെ. അതാണ് ഇപ്പൊ അവിടെ എഴുതിയത്. ബാക്ക് ബോൺ ഈസ് മേഡ് അപ്പ് ഓഫ്, നട്ടെല്ല് നിർമ്മിച്ചിട്ടുള്ളത് 26 അസ്ഥികൾ കൊണ്ടാണ്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഗർഭസ്ഥ ശിശുവിന്റെ
നട്ടെല്ലില് 33 കശേരുക്കൾ എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? ഓക്കെ, 33 കശേരുക്കള്, 33 വെർട്ടിബ്രേ എന്ന് പറയാറുണ്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ആ 33ഉം 26ഉം, അത് കൺഫ്യൂഷൻ ആവരുത്. 26 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ നട്ടെല്ലില് 26 അസ്ഥികൾ. എന്നാൽ എംബ്രയോണിക് ഡെവലപ്മെന്റിൽ, ഗർഭസ്ഥ ശിശു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രയോ ഭ്രൂണമാണല്ലോ അല്ലെ? ഓക്കെ, എന്നാൽ ഭ്രൂണത്തിന് നമ്മൾ എന്താ പറയാ? 33 കശേരുക്കൾ എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ചോദ്യം വരുന്ന രീതി എന്ന് പറഞ്ഞാല് വിച്ച് ഈസ് ദ ഫസ്റ്റ് വെർട്ടിബ്ര എന്ന് ചോദിക്കാറുണ്ട്. എവിടെ? ബാക്ക് ബോണില്. ഓക്കെ, നട്ടെല്ലിലെ ആദ്യ കശേരു എന്നാണ് ചോദ്യം. നിങ്ങൾ അറ്റ്ലസ് വെർട്ടിബ്രയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. അറ്റ്ലസ്. ക്ലിയർ അല്ലേ? അറ്റ്ലസ് കേട്ടോ, അറ്റ്ലസ്. ഇനി സെക്കൻഡ്, രണ്ടാമത്തത് ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയേണ്ടത്? ആക്സിസ് ആണ് പറയേണ്ടത്. ഇനി 33 കശേരുക്കളുടെ പേര് പഠിക്കാറുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ല. ആദ്യത്തെ 2 എണ്ണം ചോദിക്കാറുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇനി അവസാനത്തതും പഠിക്കുക അല്ലെ? കോസിക്സ്. ഇത് 3 ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വിച്ച് ഈസ് ദ ഫസ്റ്റ് വെർട്ടിബ്ര? അറ്റ്ലസ് വെർട്ടിബ്ര. എവിടെ? നട്ടെല്ലിൽ കേട്ടോ, വെർട്ടിബ്രൽ കോളത്തിൽ കാണുന്നതാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് അല്ലെ? ശരിക്കും ശ്രദ്ധിക്കണം. വെർട്ടിബ്രൽ കോളത്തില് അറ്റ്ലസ് ഫസ്റ്റ്, സെക്കൻഡ് ആക്സിസ്, തേർഡ് കോസിക്സ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് അതിന്റെ അറേഞ്ച്മെന്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ അസ്ഥികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഇനി ഏതാണ്? നട്ടെല്ലിൽ അല്ലെ, ബാക്ക് ബോണിൽ കാണുന്ന അസ്ഥികളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ നട്ടെല്ലിൽ 26 അസ്ഥികൾ, എന്നാൽ ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണം അല്ലെ, ഭ്രൂണത്തില് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ നട്ടെല്ലിൽ 33 കശേരുക്കൾ എന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ ആ കശേരുക്കളിൽ 33 എണ്ണത്തിന്റെ പേര് നമുക്ക് വേണ്ട. ഒന്നാമത്തത്, രണ്ടാമത്തത്, 33ാമത്തത് ഒന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, വിച്ച് ഈസ് ദ ഫസ്റ്റ് വെർട്ടിബ്ര? അറ്റ്ലസ് വെർട്ടിബ്ര. സെക്കൻഡ് വൺ ആക്സിസ്, ലാസ്റ്റ് വൺ കോസിക്സ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്കിവിടെ 26 അസ്ഥികൾ എന്ന് പറഞ്ഞു അല്ലെ, ബാക്ക് ബോണില് നട്ടെല്ലില് 26 അസ്ഥികൾ എന്ന് പറഞ്ഞല്ലോ. അതിൽ കാണുന്നത് ഏതൊക്കെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ 26 അസ്ഥികളിൽ കാണുന്നത് ഏതൊക്കെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ, ശ്രദ്ധിക്കണേ. ഓക്കെ, സെർവിക്കല് വെർട്ടിബ്ര 7 എണ്ണം, തൊറാസിക് വെർട്ടിബ്ര 12 എണ്ണം, ലൂംബാർ വെർട്ടിബ്ര 5 എണ്ണം, സാക്രല്, സാക്രം എന്നൊക്കെ പറയും അല്ലെ 1, കോസിജിയല് 1. ഒന്ന് കൂട്ടി നോക്കൂ, 12ഉം 7 എത്രയാ? 19. 19 5ഉം 24, 26. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നട്ടെല്ലില് വരുന്ന അസ്ഥികളുടെ പേരുകളാണ് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, സെർവിക്കല്, തൊറാസിക്, ലൂംബാറ്, സാക്രല്, കോസിജിയല്. ഓക്കെ, അതിൽ സാക്രലിനെ നമ്മൾ സാക്രം എന്ന് കൂടി പറയാറുണ്ട്, സിംഗിൾ അല്ലെ, ഒന്നല്ലേ. ഓക്കെ, സാക്രം. ഓക്കെ, 1. പിന്നെ അതേപോലെ കോസിജിയല് 1 അല്ല. അപ്പോ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 26 വന്നു. അപ്പോൾ നട്ടെല്ലില് വെർട്ടിബ്രൽ കോളത്തിൽ അല്ലെങ്കിൽ ബാക്ക് ബോണിൽ 26 വന്നു. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞു ഗർഭസ്ഥ ശിശുവിൽ അല്ലെങ്കിൽ ഭ്രൂണത്തിൽ 33 എന്നല്ല നമ്മൾ പറഞ്ഞത് അല്ലെ, 33 അല്ല നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗർഭസ്ഥ ശിശുവില് വരുന്ന സമയത്ത് സാക്രല് 5 എണ്ണം വരും. ഓക്കെ, കോസിജിയല് 4 എണ്ണം വരും. ക്ലിയർ ആയല്ലോ? അപ്പൊ ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് 1 ഉണ്ടാവുള്ളൂ സാക്രൽ എന്ന് പറഞ്ഞു ഞാൻ. എന്നാൽ ഭ്രൂണത്തിനോ 5 എണ്ണം.
കോസിജിയല് 1 എന്നാണ് നമ്മൾ പറഞ്ഞത് ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക്, എന്നാൽ ഭ്രൂണത്തിനോ 4. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണ് അല്ലെ. 26 പ്ലസ് ഇവിടെ ഇപ്പൊ 9 എണ്ണം ഉണ്ട്, അതിൽ ഓരോന്നും ഇവിടെ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ 7 എണ്ണം കൂട്ടിയാൽ മതിയല്ലോ അല്ലെ. ഓക്കെ, 7. അപ്പൊ എങ്ങനെ വരുന്നത്? 33 വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, 33 കശേരുക്കളാണ് എന്ന് മനസ്സിലാക്കുക. എവിടെ? ഭ്രൂണത്തിന്. ഓക്കെ, അത് ഭ്രൂണം പുറത്തേക്ക് വന്നാൽ പിന്നെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, ടീനേജ്, അഡോളസൻസ്, ടീനേജ്, നമ്മൾ അഡോളസൻസ് അതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൽട്ട്, ഓൾഡ് ഏജ്. ഓക്കെ, ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഈ എംബ്രിയോണിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗർഭാവസ്ഥയിലുള്ള ആ ഒരു ഡെവലപ്മെന്റ് ആണ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. അത് 9 months 10 days വരും. പിന്നെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശൈശവം എന്നാണ് പറയുക അല്ലെ. നവജാത ശിശു, ശൈശവദശ, പിന്നെ കുട്ടിക്കാലം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അങ്ങനെയാണ് അല്ലെ ആ ഡെവലപ്മെന്റൽ സ്റ്റേജസ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 33 എന്നുള്ളത് 26 ആരോഗ്യവാനായ ഒരാൾക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് അല്ലെങ്കിൽ പുരുഷന് ആർക്കായാലും നമ്മൾ 26 എന്നാണ് പറയാ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നു. പിന്നെ 33 എന്നുള്ളത് എങ്ങനെയാണെന്നും കാണിച്ചു തന്നു. അത് ഗർഭസ്ഥ ശിശു ഭ്രൂണത്തിന് കേട്ടോ. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നട്ടെല്ലിൽ കേട്ടോ വെർട്ടിബ്രൽ കോളത്തിലുള്ളത് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഏതൊക്കെയാണ്? സെർവിക്കല് 7 എണ്ണം, തൊറാസിക് 12 എണ്ണം, ലൂംബാർ 5 എണ്ണം, സാക്രൽ 1, കോസിജിയൽ 1. ഓക്കെ, ഇനി 33 വരുന്ന സമയത്ത് അല്ല ഈ 1 എന്നുള്ളത് ഇവിടെ 5 ആവും. ക്ലിയർ അല്ല? ഇവിടെ 1 എഴുതിയത് എത്രയാവും? 4 വരും. അങ്ങനെ അപ്പൊ ഒരു 7 എണ്ണം കൂടി ഇവിടെ അധികം വരും. ആർക്ക്? ഗർഭസ്ഥ ശിശുവിനെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണ് 26, 7, 33 വരുന്നത് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അതേപോലെ ഞാൻ പറഞ്ഞു റിബ്സിൽ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേണവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കാണുന്നത് ട്രൂ റിബ്സ് 7 ജോഡി വരും കേട്ടോ. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് 3 ജോഡി 3 pairs ആണ് വരിക. അത് നമ്മൾ ഫാൾസ് റിബ്സ് എന്നാണ് പറയാ. ഇനി തീരെ അറ്റാച്ച് ചെയ്യാതെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് അത് നമ്മൾ ഫ്ലോട്ടിംഗ് റിബ്സ്, അറ്റാച്ച് ചെയ്യാതെ കാണുന്നത് എന്നുള്ളതാണ്. ഏറ്റവും അടിയിലായിട്ട് കാണുന്നത് അതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, ഏറ്റവും താഴെയായിട്ട് അത് ജസ്റ്റ് ഞാൻ ഇമേജ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുക കേട്ടോ, അറ്റാച്ച്മെന്റ് ഒന്നും വരാതെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് അതിന് നമ്മൾ ഫ്ലോട്ടിംഗ് റിബ്സ് എന്നാണ് പറയാം കേട്ടോ. ക്ലിയർ ആയല്ലോ? അത് 2 ജോഡി കേട്ടോ. ഓക്കെ, അങ്ങനെ മൊത്തം 7 ട്രൂ റിബ്സ്, 7 pairs ഫാൾസ് റിബ്സ്, 3 pairs ഫ്ലോട്ടിംഗ് റിബ്സ്, 2 pairs അല്ലെ. അപ്പൊ 7 + 3 10 pairs, 10 + 2 അല്ലെ എത്രയാ? 12 pairs ഓഫ് റിബ്സ് വി ഹാവ്. ദാറ്റ് മീൻ 24. ഓക്കെ, ഇനി അതുപോലെ സ്കള്ളില്, തലയോട്ടിയില്, ക്രാനിയത്തില്, കപാലത്തില് അല്ലെ എത്ര? 22 അസ്ഥികൾ. അതിൽ ക്രാനിയൽ ബോൺസ് 8 എണ്ണം വരും, ഫേഷ്യൽ ബോൺസ് 14 എണ്ണം വരും. മുഖാസ്ഥികളുടെ എണ്ണം എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ 14 ഓപ്ഷൻ കൊടുക്കണം. അങ്ങനെയാണ് ഈ 14ഉം 8ഉം 22 വരുന്നത് കേട്ടോ. ഓക്കെ, ഫേഷ്യൽ ബോൺസ് 14 എണ്ണം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണേ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ചെവിയിൽ കാണുന്ന അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇനി മാറലിൽ കാണുന്ന അസ്ഥിന്റെ പേരാണ് സ്റ്റേണം. കഴുത്തിൽ കാണുന്നത് ഹയോയിഡ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അതേപോലെ നമ്മുടെ ഈ സ്കള്ളിൽ തന്നെ ഓക്കെ ഫേഷ്യൽ ബോൺസ് ഞാൻ പറഞ്ഞു, ഫേസിൽ വരുന്ന ഫേഷ്യൽ ബോൺസ് പറഞ്ഞു, ക്രാനിയൽ ബോൺസും പറഞ്ഞു. അത് ശരിക്കും കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഫേഷ്യൽ ബോൺസിന്റെ എണ്ണം സ്ഥിരമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. 14 ആണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. എത്ര മുഖാസ്ഥികളുടെ എണ്ണം എന്നാണ്, മുഖത്ത് കാണുന്ന മുഖാസ്ഥികളുടെ എണ്ണം എത്രയാണെന്നാണ് 14 ആണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഇനി മുഖത്ത് വരാത്തത്, ഫേസിൽ വരാത്ത ഭാഗത്ത് അല്ലെ, ആ ഭാഗത്ത് വരുന്നത് 14 എണ്ണം, അല്ലെങ്കിൽ അതിൽ വരാത്തത് 8 എണ്ണം. അങ്ങനെയാണ് 14, 8ഉം 22 അസ്ഥികൾ നമ്മൾ തലയോട്ടിയിൽ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി അതിൽ ഈ ജോ ബോൺസ് എന്ന് പറഞ്ഞിട്ട് ചോദ്യം വരാറുണ്ട്. താടിയെല്ലുകൾ. അപ്പൊ നമുക്ക് 2 താടിയാണ് ഉള്ളത് അല്ലെ, അറിയാലോ എല്ലാവർക്കും. അപ്പർ ജോ, ലോവർ ജോ.
അപ്പൊ അപ്പർ ജോ ബോൺ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിലയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, മാക്സില. ഓക്കെ, അപ്പൊ ലോവർ ജോൺ എന്ന് പറഞ്ഞാലോ മാൻറ്റിബിൾ. ക്ലിയർ ആയല്ലോ? ശരിക്കും ശ്രദ്ധിക്കണേ. വിച്ച് ഈസ് അവർ അപ്പർ ജോ ബോൺ, മാക്സില, ലോവർ ജോ ബോൺ, മാൻറ്റിബിൾ. രണ്ടെണ്ണം അല്ലെ? രണ്ട് താടി, മേൽത്താടി കീഴ്ത്താടി. മേൽത്താടിയിൽ കാണുന്ന അസ്ഥി എല്ലിന് ബോണിന് പറയുന്ന പേരാണ് എന്ത്? മാക്സില. അത് ഇമ്മൂവബിൾ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് ഫിക്സഡ് ആണ്. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചലിക്കാത്തത് അല്ലെ? നമുക്ക് എന്ത് പറയാം? ഇമ്മൂവബിൾ എന്ന് പറയാം. കനോട്ട് മൂവ്, ചലിക്കാത്തത് അല്ലെ? ശരിക്കും ശ്രദ്ധിക്കണം. മുഖാസ്ഥികളില് ചലിക്കാത്തത്, മുഖാസ്ഥികളില് ചലിക്കാത്തത് ഇമ്മൂവബിൾ ബോൺ, ഫിക്സഡ് ബോൺ ചോദിച്ചാൽ നിങ്ങൾ ഏതാ ഓപ്ഷൻ കൊടുക്കേണ്ടത്? മാക്സിലയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. എന്നാൽ ചലനശേഷി ഉള്ളത്, ചലിക്കുന്നത്, ചലനശേഷി ഉള്ളത് ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയേണ്ടത്? മാൻറ്റിബിൾ. അപ്പൊ ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലെ? എന്റെ അപ്പർ ജോ ബോൺ ഫിക്സഡ് ആണ്, ഇമ്മൂവബിൾ ആണ്, അത് ചലിക്കുന്നില്ല. അപ്പർ ജോ ബോൺ ഫിക്സഡ് ആണ് അല്ലെ? ചലിക്കുന്നുണ്ടോ? ഇല്ല. എന്റെ കീഴ്ത്താടിയെല്ലാണ് ചലിക്കുന്നത് അല്ലെ? കണ്ടില്ല നിങ്ങള്? കീഴ്ത്താടിയെല്ലാണ് ചലിക്കുന്നത്, മേൽത്താടിയല്ല് ചലിക്കുന്നില്ല. ശരിക്കും ശ്രദ്ധിക്കുക. അപ്പൊ വിച്ച് ഈസ് ദ ഇമ്മൂവബിൾ ബോൺ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് മാക്സില പറയാം. മൂവബിൾ ബോൺ ചോദിച്ചാലോ മാൻറ്റിബിളും പറയാം. ഓക്കെ, ഇനി മാക്സിൽ എവിടെ കാണുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പർ ജോയിലാണ് കാണുന്നത് എന്ന് പറയണം. മാൻറ്റിബിളോ ലോവർ ജോയിൽ കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ലോവർ ജോ ബോണിനെയാണ് നമ്മൾ മാൻറ്റിബിൾ എന്ന് പറയുന്നത്, അപ്പർ ജോ ബോണിനെയാണ് നമ്മൾ മാക്സില എന്ന് പറയുന്നത്. മാക്സിലന്റെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമ്മൂവബിൾ ഓർ ഫിക്സഡ്. എന്നാൽ മാൻറ്റിബിളോ മൂവബിൾ, നോട്ട് ഫിക്സഡ്, മൂവബിൾ, ചലിക്കുന്നത് അല്ല? എന്റെ കീഴ്ത്താടിയിൽ ചലിക്കുന്നുണ്ട്. ഓക്കെ, മേൽത്തടയിൽ ചലിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ, ആ ഭാഗത്ത് നിന്ന്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ആ ചെവിയിൽ കാണുന്ന 3 അസ്ഥികളുടെ ഷേപ്പുകൾ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മനസ്സിലാക്കുക. ഇയറില് ശ്രദ്ധിക്കണേ, എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ അല്ലെ? മിഡിൽ, MIDD അല്ലേ കേട്ടോ, മിഡിൽ ഇയർ. പിന്നെ ഇന്റേണൽ ഇയർ. ക്ലിയർ അല്ലേ? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ചെവിയിൽ 3 ഭാഗങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ചെവി എടുക്കാനുള്ളതാണ്, പഞ്ചേന്ദ്രിയങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളതാണ് ചെവി. ചെവി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് വേണം, അതിന്റെ സ്ട്രക്ചർ ആൻഡ് അതിന്റെ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് വേണം. ഓരോ ഭാഗത്തിന്റെയും അല്ലെ പ്രത്യേകതകള്, അത് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം ബാഹ്യ കർണം, മധ്യകർണം, ആന്തരകർണം. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 അസ്ഥികൾ ഉണ്ടല്ലോ, ചെവിയിൽ ഇപ്പൊ 3 അസ്ഥികൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഞാൻ. ഒരു ചെവിയിൽ അല്ലെ, 2 ചെവികളിൽ 6 എണ്ണം അല്ലെ? അപ്പൊ ആ 3 അസ്ഥികൾ എവിടെയാ വരിക? മിഡിൽ ഇയറിലാണ് വരിക. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ മിഡിൽ ഇയറിൽ കാണുന്ന, മധ്യകർണത്തിൽ കാണുന്ന അസ്ഥി ശൃംഖലയിലെ 3 അസ്ഥികളാണ് ഏതൊക്കെ? മാലിയസ്, ഇൻഗസ്, സ്റ്റെപ്പിസ്. ഓക്കെ, അപ്പൊ കാണുന്ന സ്ഥലം മനസ്സിലായല്ലോ? അപ്പൊ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെവി എടുക്കുന്ന സമയത്ത് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ മിഡിൽ ലെയറിൽ കാണുന്ന അസ്ഥികളാണ് ഏതൊക്കെ? മാലിയസ്, ഇൻഗസ്, സ്റ്റെപ്പിസ്. ക്ലിയർ അല്ലേ? ഓക്കെ, അതില് മാലിയസിന്റെ ഷേപ്പ് ചോദിക്കാറുണ്ട്. ചുറ്റികയുടെ ആകൃതി, ഹാമർ ഷേപ്പ് എന്നാണ്. ഇനി അതേപോലെ ഇൻകസിന്റെ ഷേപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻവിൽ ഷേപ്പ്, കൂടക്കല്ലിന്റെ ആകൃതി എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഇനി സ്റ്റെപ്പിസിന്റെ ഷേപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോഴ്സ് റൈഡേഴ്സ് ഷൂ ഷേപ്പ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, ഈ ഹോഴ്സ് റൈഡേഴ്സ് ഷൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റിറപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കണം. അപ്പൊ സ്റ്റിറപ്പ് ഷേപ്പിൽ അല്ലെങ്കിൽ ഹോഴ്സ് റൈഡേഴ്സ് ഷൂ ഷേപ്പിൽ കാണുന്ന അസ്ഥിയാണ് ഏത്? സ്റ്റെപ്പിസ്. കുതിര സവാരിക്കാരന്റെ പാദധാര പോലെയുള്ള അസ്ഥി ഏത് എന്നാണ് ചോദ്യം. നിങ്ങൾ ഏത് ഓപ്ഷൻ കൊടുക്കേണ്ടത്? സ്റ്റെപ്പിസ് ആണ് പറയേണ്ടത്.
ക്ലിയർ അല്ലേ? അതിന് നമ്മൾ ഹോഴ്സ് റൈഡേഴ്സ് ഷൂ, കുതിരസവാരിക്കാരന്റെ പാദധാര. ഹോഴ്സ് റൈഡേഴ്സ് ഷൂ ഷേപ്ഡ് ബോൺ ആണ് ഏത്? സ്റ്റേപ്പിസ്. ക്ലിയർ ആയല്ലോ? ഇനി ആ സ്റ്റേപ്പിസ് ആണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. അപ്പൊ വലുത് ചെറുത് ഞാൻ ഒരു ബോക്സിലാക്കിയിട്ട് തരാം, അവിടെ എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, വിച്ച് ഈസ് അവർ സ്മോളസ്റ്റ് ബോൺ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേപ്പിസ് ആണ് പറയേണ്ടത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ അതിന്റെ ഷേപ്പാണ് ഞാൻ പറഞ്ഞത്, സ്റ്റിറപ്പ് ഷേപ്പ് അല്ലെങ്കിൽ ഹോഴ്സ് റൈഡേഴ്സ് ഷൂ ഷേപ്പ് കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ ഈ ഹയോയിഡിന്റെ ഷേപ്പ് ചോദിക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ശ്രദ്ധിക്കണം. നമ്മുടെ കഴുത്തിൽ ഒരേ ഒരു അസ്ഥി ഉണ്ടല്ലോ, ഹയോയിഡ്. ഹയോയിഡിന്റെ ഷേപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോഴ്സ് ഷൂ ഷേപ്പ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. കുതിരയുടെ ലാടം പോലെ എന്നാണ്. ഹോഴ്സ് ഷൂ ഷേപ്പ് ബോൺ ആണ് ഏത്? ഹയോയിഡ് ബോൺ. മാറിപ്പോരുത്. ഹോഴ്സ് ഷൂ ഷേപ്പ് ഹയോയിഡ്, ഹോഴ്സ് റൈഡേഴ്സ് ഷൂ ഷേപ്പ് സ്റ്റെപ്പിസ്. ശരി, ശ്രദ്ധിക്കണേ. കുതിരയുടെ ലാടം പോലെ. അപ്പൊ കുതിരന്റെ കാലിന് തേയ്മാനം, കാലിന് തേയ്മാനം എന്ന് പറഞ്ഞാൽ കാലിന്റെ അടിഭാഗം ഉണ്ടല്ലോ, കുളമ്പ് എന്ന് പറയും അല്ലെ, അതിന് തേയ്മാനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ലാടം പിടിപ്പിക്കും. അതിന്റെ ഷേപ്പാണ് ഹയോയിഡിന്. ലാടത്തിന്റെ ഷേപ്പാണ് ഹയോയിഡിന്. അതുകൊണ്ടാണ് ഹയോയിഡ് ബോണിനെ നമ്മൾ ഹോഴ്സ് ഷൂ ഷേപ്പ് ബോൺ എന്ന് പറയുന്നത്. എന്നാൽ കുതിരസവാരിക്കാരന്റെ പാദധാര, കുതിരപ്പുറത്ത് കയറുന്ന സമയത്ത് കാല് വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. കുതിരന്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കാല് കയറ്റി വെച്ചിട്ട് ലോക്കാക്കണം അല്ലെ. ആ ഷേപ്പിൽ കാണുന്ന ബോണിനെയാണ് സ്റ്റെപ്പിസ്, കുതിരസവാരിക്കാരന്റെ പാദധാര. അതിന് നമ്മൾ പറയുന്നത് സ്റ്റിറപ്പ് എന്നാണ് പറയാം കേട്ടോ. സ്റ്റിറപ്പ്. ക്ലിയർ അല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കണേ, മാറിപ്പോരുത്. ഓക്കെ, അപ്പോൾ ഹോഴ്സ് ഷൂ ഷേപ്പ് കുതിരയുടെ ലാടം പോലെ, ഹോഴ്സ് ഷൂ ഷേപ്പ് ഹയോയിഡ്, ഹോഴ്സ് റൈഡേഴ്സ് ഷൂ ഷേപ്പ് കുതിര സവാരിക്കാരന്റെ പാദധാര, ഹോഴ്സ് റൈഡേഴ്സ് ഷൂ ഷേപ്പ് ഈസ് ഓൾസോ കോൾഡ് എസ് സ്റ്റിറപ്പ് ഷേപ്പ് സ്റ്റെപ്പിസ്. ഓക്കെ, ഇനി അടുത്തതാണ് ഏത്? ഇൻകസ്. അത് ആൻവിൽ ഷേപ്പ്, കൂടക്കല്ല് എന്ന് പറയും. ഈ കൊല്ലന്മാരൊക്കെ ഉപയോഗിക്കുന്ന കല്ലുണ്ട്, അതിനെ നമ്മൾ കൂടക്കല്ല് എന്ന് പറയാം. അതിന്റെ ഷേപ്പാണ് ഏതിന്? ഏതിന്? ഇൻകസിന്. ഓക്കെ, ഇനി മാലിയസിന് ചുറ്റികയുടെ ആകൃതി അല്ലെ, ഹാമർ അല്ലെ. ഓക്കെ, ഹാമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, അതിന്റെ ഷേപ്പാണ് ഇതിന്. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കുക, മാറിപ്പോരുത് കേട്ടോ. ഓക്കെ, മാലിയസ്, ഇൻകസ്, സ്റ്റെപ്പിസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇപ്പോ നമ്മളിപ്പോ ഏതാ കഴിഞ്ഞത്? ആക്സിയൽ സ്കെലിട്ടൺ ആണ് കഴിഞ്ഞത് അല്ലെ, അക്ഷാസ്ഥിക്കൂടാണ് കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ അക്ഷാസ്ഥിക്കൂടത്തിൽ വരുന്ന അസ്ഥികളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് എടുക്കേണ്ടത് അനുബന്ധ അസ്ഥിക്കൂടാണ് അല്ലെ, അപ്പൻഡിക്കുലർ സ്കെലിട്ടൺ ആണ് ഇനി എടുക്കേണ്ടത്. അപ്പൻഡിക്കുലർ എന്നാണ്, അപ്പൻഡിക്കുലർ സ്കെലിട്ടൺ. അപ്പൻഡിക്കുലർ സ്കെലിട്ടണിൽ വരുന്നത് എത്ര അസ്ഥികളാണെന്നാണ് ഞാൻ പറഞ്ഞത്? 126 അല്ലെ, 126. ഓക്കെ, അതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 80 പ്ലസ് 126, 80 ആക്സിയൽ സ്കെലിട്ടൺ, 126 അപ്പൻഡിക്കുലർ സ്കെലിട്ടൺ. അങ്ങനെയാണ് ടോട്ടൽ എത്ര വരുന്നത്? 206 വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അവിടെ നമുക്ക് ഈ 126 ബോൺസ്, അതാണ് ഈ അപ്പൻഡിക്കുലർ സ്കെലിട്ടൺ അനുബന്ധ അസ്ഥികൂടത്തിൽ വരുന്നത്. 126 അസ്ഥികളാണ്. അതിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഓക്കെ, എത്ര എണ്ണം? 126 എണ്ണം. അത് ഞാൻ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുക്കുകയാണേ, ശ്രദ്ധിക്കണേ. 126 ഞാൻ ഡിവിഷൻ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കണേ. ഓക്കെ, 126ന് 120 പ്ലസ് 6 എന്ന് കൊടുക്കുക അല്ലേ. ഓക്കെ, ഇനി 120ന് 60 എന്ന് കൊടുത്തൂടെ. ഓക്കെ, ഇനി ഈ 60ന് 30 എന്ന് കൊടുക്കാമല്ലോ. ഓക്കെ, ഈ 60 നമുക്ക് എങ്ങനെ കൊടുക്കാം? 30 എന്ന് കൊടുക്കാം അല്ലേ. ഓക്കെ, ഇനി ഈ 6നെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 4, 2. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ അവസാനത്തെ ഈ സംഖ്യകൾ അങ്ങോട്ട് കൂട്ടിയാൽ മതി. എത്രയാണ്? എത്ര 30 ഉണ്ട്? 4 അല്ലേ? ശരിയല്ലേ? എത്ര 30 അല്ലേ? എത്ര 30? 4 30. അപ്പൊ എത്രയാ? 4 12, 120. പിന്നെ 120 പ്ലസ് 4
+2 അങ്ങനെയാണ് എത്ര വരുന്നത്? 126 വരുന്നത്. ഓക്കെ, ഇതിനൊരു പേരുണ്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 120 അസ്ഥികൾ നമ്മുടെ കൈകാലുകളിലുള്ള അസ്ഥികളാണ്, ലിംസ്. ഓക്കെ, ഇനി ഈ 4 എണ്ണം പെക്ടോറൽ ഗഡിൽസ് എന്നാണ് പറയാം. ഓക്കെ, ഈ 2 എണ്ണത്തെ നമ്മൾ എന്താ പറയാ? പെൽവിക് ഗഡിൽസ് എന്നാണ് പറയാം. ഓക്കെ, പെൽവിക് ഗഡിൽസ് എന്ന് പറഞ്ഞാൽ ഇടുപ്പല്ല്. ഓക്കെ, പെക്ടോറൽ ഗഡൽ എന്ന് പറഞ്ഞാൽ തോളല്, തോളലും ഇടുപ്പല്ലും കേട്ടോ. പിന്നെ കൈകാലുകളിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 120 എണ്ണം എവിടെ വരും? കൈകാലുകളിൽ വരും അല്ലേ? അല്ലേ? അപ്പൊ ഈ 60 എണ്ണം എവിടെ വരും? കൈകളിൽ വരും അല്ലേ? ഈ 60 എണ്ണോ കാലുകളിൽ വരും, ശരിയല്ലേ? 30 എണ്ണോ ഇവിടെ കൈയല്ലേ നമ്മൾ കൊടുത്തല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? വലത്തെ കൈ എന്ന് കൊടുത്തൂടെ? റൈറ്റ് ഹാൻഡ്. ഇവിടെയോ ഇടത്തെ കൈ അല്ലേ? ലെഫ്റ്റ് ഹാൻഡ്. വലത്തെ കൈ, ഇടത്തെ കൈ, അങ്ങനെ 2 കൈകള്, 60 അസ്ഥികൾ, 2 കൈയിലും കൂടി 60 അസ്ഥികൾ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അതേപോലെ ഇവിടെ അല്ലെ 2 കാല്, 2 കാലാണല്ലോ വരുന്നത് അല്ലെ? അതില് വലത്തെ കാലില് 30 എണ്ണം, ഇടത്തെ കാലില് 30 എണ്ണം, അങ്ങനെ 2 കാലിലും കൂടി 60 അസ്ഥികൾ. അപ്പൊ കൈകാലുകളിൽ 120 അസ്ഥികൾ. അപ്പൊ ഹൗ മെനി ബോൺസ് ദാറ്റ് വി ഹാവ് ഇൻ അവർ ലിംസ് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ 120 ആണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഇനി ഹൗ മെനി ബോൺസ് ദാറ്റ് വി ഹാവ് ഇൻ അവർ ലെഗ്സ് എന്നാണെങ്കിലും 60 പറയണം, ഹാൻഡ്സ് എന്നാണെങ്കിലും 60 പറയണം. അവിടെ ഒക്കെ തുല്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4 12 120. 30 എണ്ണം വീതം ഓരോന്നിൽ വരും അല്ലെ? വലത്തെ കൈയിൽ 30, ഇടത്തെ കൈയിൽ 30, വലത്തെ കാലിൽ 30, ഇടത്തെ കാലിൽ 30, അങ്ങനെ 120 അസ്ഥികളാണ് നമ്മുടെ കൈകാലുകളിൽ വരുന്നത്. 4 എണ്ണം ഷോൾഡറിൽ വരും, 2 എണ്ണം ഇടുപ്പിൽ വരും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അങ്ങനെയാണ് 4 2 6 വരുന്നത്. അങ്ങനെ 120ഉം 6ഉം 126 അസ്ഥികളാണ് എവിടെ ഉള്ളത്? അപ്പൻഡിക്കുലർ സ്കെലിട്ടൺ, അനുബന്ധ അസ്ഥികൂടത്തിലുള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് അതിന്റെ പേരുകളാണ് പഠിക്കേണ്ടത്. ഓക്കെ, പേരുകളിലേക്കാണ് പോകുന്നത്, ശ്രദ്ധിക്കാം. അവിടെ ആദ്യം നമുക്ക് ഹാൻഡ്സ് പറയാം അല്ലേ? കൈകൾ. അത് കഴിഞ്ഞിട്ട് കാല് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡറും ഇടുപ്പും പറയാം. ഓക്കെ, പെക്ടോറൽ ഗഡിൽസ്, ഷോൾഡർ ബോൺസ്, പെൽവിക് ഗഡിൽസ് ആണ് ഇടുപ്പിൽ കാണുന്ന അസ്ഥികൾ. ഇടുപ്പല്ല് എന്നാണ് അതിനോട് പറയാം നമ്മൾ. ഓക്കെ, ബട്ടക്സിൽ കാണുന്ന ബോൺസ് കേട്ടോ, ബട്ടക്സ്, ഇടുപ്പല്ല് കേട്ടോ. 2 എണ്ണം. ഷോൾഡറിൽ 4 എണ്ണം. അതിൽ വലത്തെ ഷോൾഡറിൽ 2 എണ്ണം, ഇടത്തെ ഷോൾഡറിൽ 2 എണ്ണം, അങ്ങനെയാണ് 4 എണ്ണം വരുന്നത്. ഓക്കെ, ഇനി അതേപോലെ ഹിപ്പില് അല്ലെങ്കിൽ ബട്ടക്സിൽ 2 എണ്ണം ആണല്ലോ വരുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെയാണ് 4 2 6 വരുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഗഡിൽസ് എന്ന് നമുക്ക് പറയാം, അവരെ നമുക്ക് ഗഡിൽസ് എന്ന് പറയാം. അപ്പൊ ഈ 6 എണ്ണത്തെ നമുക്ക് ഗഡിൽസ് എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു 120 എണ്ണം ലിംസിൽ വരുന്നത്, കൈകാലുകളിൽ വരുന്നത്, 6 എണ്ണം ഗഡിൽസിൽ വരുന്നത്, അങ്ങനെയാണ് അല്ലെ 126 വരുന്നത് കേട്ടോ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ആദ്യം ഞാൻ ലിംസിൽ 120 കൈകളിൽ വരുന്ന 60 എണ്ണമാണ് പറയുന്നത്. ആ 60 എണ്ണത്തിൽ ഒരു കൈ പഠിച്ചാൽ മതിയല്ലോ, എന്നാൽ പിന്നെ മറ്റേ കയ്യിൽ അതേപോലെ തന്നെയാണല്ലോ അല്ലെ? അപ്പൊ ഒരു കൈ മതി നമുക്ക്. ഒരു കൈയിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം, ശരിക്ക് ശ്രദ്ധിക്കണേ. ആദ്യം അപ്പർ ആം, അപ്പർ ആം എന്ന് കൊടുക്കുക നിങ്ങൾ. പിന്നെ ലോവർ ആം, ലോവർ എന്നാണ് LOWR അല്ലെ? ലോവർ ആം. ക്ലിയർ അല്ലേ? പിന്നെ കൈക്കുഴയ്ക്ക് നമ്മൾ പറയാം എന്താണ്? റിസ്റ്റ് എന്നാണ് പറയുക അല്ലെ? റിസ്റ്റ് വർക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കൈക്കുഴ, റിസ്റ്റ്. ഓക്കെ, ഇനി കൈപ്പത്തിക്ക് നമ്മൾ പാമ് എന്നാണ് പറയാ. ഓക്കെ, കൈ വിരലിന് നമ്മൾ എന്താ പറയാ? ഫിംഗർ എന്നാണ് പറയാ അല്ലെ? ശരിയല്ലേ? അങ്ങനെയുള്ള ഡിവിഷൻ വരും അല്ലേ? ഓക്കെ, ഇനി ഇവിടെയൊക്കെ എത്ര അസ്ഥികൾ ഉണ്ട് എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി, അതിന്റെ പേരും അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, അപ്പർ ആമില് 1, ലോവർ ആമില് 2, റിസ്റ്റില് 8 എണ്ണം, പാമില് 5 എണ്ണം, ഫിംഗറിൽ 14 എണ്ണം.
കൂട്ടി നോക്കൂ. നമുക്ക് എത്ര എണ്ണം വരണം? 30 എണ്ണം വേണ്ടേ അല്ലേ? 30 എണ്ണം വരുന്നില്ലേ? 14 5 എത്രയാ? 19 അല്ലെ? 19ഉം 8 എത്രയാ? 27. 29 30. അപ്രാംബോൺ, ഭുജാസ്തി എന്ന് പറയും മലയാളത്തില്. ഓക്കെ, എന്താണ് അതിന്റെ പേര്? ഹ്യൂമറസ്. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഹ്യൂമറസ് കേട്ടോ. HUMERUS കേട്ടോ, ഹ്യൂമറസ്. ഭുജാസ്തി, അപ്പർ ആം ബോൺ, ഹ്യൂമറസ് 1. ഓക്കെ, ഇനി ലോവർ ആം ബോൺസ് ആണ് ഏതൊക്കെ? റേഡിയസ്, അൾന. റേഡിയസ്, അൾന. കണങ്കൈയിൽ കാണുന്ന അസ്ഥികളാണ് റേഡിയസും അൾനയും. കണങ്കൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, കണങ്കൈ. ഓക്കെ, അപ്പോ ഇത് ഏതാണ്? ഭുജാസ്തി, അപ്പറാം ബോൺ. അപ്പറാമാണത്. ഇതാണ് താഴോട്ടുള്ളതാണ് ലോവർ ആം വരിക. ലോവർ ആമില് റേഡിയസ്, അൾന, അപ്പറാമില് ഹ്യൂമറസ്. അപ്പൊ ഹ്യൂമറസും വന്നു, റേഡിയസും അൾനയും വന്നു അല്ലെ? ഓക്കെ, ഇനി റിസ്റ്റിൽ വരുന്നത് കാർപ്പൽസ് എന്നാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. റിസ്റ്റിൽ വരുന്നത്. ഓക്കെ, പാമിൽ വരുന്നതോ മെറ്റാകാർപ്പൽസ്. ഓക്കെ, ഇനി ഫിംഗേഴ്സിൽ വരുന്നതോ ഫാലഞ്ചസ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ കൈ വിരലില് 14 അല്ലെ? ഇനി കൈപ്പത്തിയിൽ 5, കൈക്കുഴയില് 8, ഭുജാസ്തി 1, കണങ്കൈയില് 2. മലയാളമാണ് ഞാൻ പറയുന്നത് കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, കണങ്കൈയിൽ കാണുന്ന 2 അസ്ഥികളാണ് റേഡിയസും അൾനയും. ഭുജാസ്തിയിൽ കാണുന്ന ഒരേ ഒരു അസ്ഥിയാണ് ഹ്യൂമറസ്. ഓക്കെ, ഓർഡറിൽ പറയുകയാണെങ്കിൽ ഭുജാസ്തിയിൽ 1, ഹ്യൂമറസ്, അപ്പർ ആം ബോൺ അല്ലെ? ഭുജാസ്തി, ഹ്യൂമറസ് 1. ഇനി ലോവർ ആം ബോൺസ് ആണ് ഏതൊക്കെ? റേഡിയസ്, അൾന. അതിന് നമ്മൾ കണങ്കൈ എന്ന് പറയാം. ഓക്കെ, 2 എണ്ണം റേഡിയസ്, അൾന. ഇനി അതേപോലെ റിസ്റ്റില് കൈക്കുഴയിൽ 8 എണ്ണം വരുന്നുണ്ട് അല്ലെ? കാർപ്പൽസ് 8 എണ്ണം. കാർപ്പൽസിന് എണ്ണമൊക്കെ ചോദിക്കും കേട്ടോ, 8 നിങ്ങൾ പറയേണ്ടത്. ഇനി മെറ്റാകാർപ്പൽസ് ചോദിച്ചാൽ 5 എണ്ണം, ഫാലഞ്ചസ് ചോദിച്ചാൽ 14 എണ്ണം. ഓക്കെ, അപ്പൊ എത്രയാ? 19, 19ഉം 8ഉം 27 അല്ലെ? 3 30. ക്ലിയർ ആയല്ലോ? ഒരു കയ്യിൽ കിട്ടിയല്ലോ. അപ്പൊ ഇരു കൈകളിൽ ഇങ്ങനെ തന്നെയല്ലേ വരിക, വ്യത്യാസമൊന്നുമില്ലല്ലോ അല്ലെ? ഒരു കൈയിൽ 30, ഇരു കൈകളിൽ 60. അങ്ങനെയാണ് നമ്മൾ 60 പറഞ്ഞത്. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ ഈ ഫിംഗറിലെ തമ്പില് മാത്രം 2 എണ്ണം, ബാക്കി എല്ലാ ഫിംഗേഴ്സിലും 3 എണ്ണം ഉണ്ടാവും. ഓക്കെ, ബാക്കി എല്ലാ ഫിംഗേഴ്സിലും 3 എണ്ണം വീതം ഉണ്ടാവും അല്ലെ? ഇപ്പൊ ലിറ്റിൽ ഫിംഗർ ഉണ്ട്, ചെറുവിരല് 3. ഇത് റിംഗ് ഫിംഗർ ആണ്, മോതിര വിരൽ അല്ലെ? അതിലും 3 എണ്ണം വരും. ഇത് മിഡിൽ ഫിംഗർ അല്ല, മിഡിൽ ഫിംഗർ, ഇതിലും 3 എണ്ണം. പിന്നെ ഇത് പോയിന്റ് ഫിംഗർ, ഇതിലും 3 എണ്ണം. അപ്പൊ എത്രേ? 3 12 എന്ന് പറഞ്ഞു. ഇത് തമ്പ് 2 എണ്ണം. അപ്പൊ 12ഉം 2ഉം 14 എണ്ണം കേട്ടോ. അപ്പൊ അങ്ങനെ ശരിക്കും ഓർത്ത് വെക്കണേ. ഓക്കെ, 12ഉം 2ഉം 14. ഫാലഞ്ചസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മെറ്റാകാർപ്പൽസ് 5 എണ്ണം, കാർപ്പൽസ് 8 എണ്ണം, റേഡിയസ്, അൾന കൂടി കൂട്ടിയിട്ട് 2 എണ്ണം, ഹ്യൂമറസ് 1. ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇതില് ഈ തമ്പിന്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ 3 12 പറഞ്ഞു ഓരോ ഫിംഗറിലും അല്ലെ? ഇപ്പോ ലിറ്റിൽ ഫിംഗർ, റിംഗ് ഫിംഗർ, മിഡിൽ ഫിംഗർ, പോയിന്റ് ഫിംഗർ, അവിടെയൊക്കെ നമ്മള് 3 എണ്ണം പറഞ്ഞു. അപ്പൊ 3 12, തമ്പിൽ മാത്രം 2 എണ്ണം, 12ഉം 2ഉം 14. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഫാലഞ്ചസ് എന്നാണ് ബോൺസിനെ പറയാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോൾ ഓരോ കയ്യിൽ 30 എണ്ണം വീതം, അപ്പൊ ഇരു കൈകളിൽ 60 എണ്ണം. ഓക്കെ, ഇനി അതേപോലെ കാലിൽ എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നോക്കി പോകുന്നു. അപ്പൊ 60 അസ്ഥികൾ ഇപ്പൊ 126 എണ്ണത്തില് 60 എണ്ണം കഴിഞ്ഞേ അല്ലെ? 126 60 എണ്ണം കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി കാലില് ലെഗ്സ്, കാലില് അല്ലെ? എത്ര എണ്ണം? 60 എണ്ണം. അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ് അറിയണമെങ്കിൽ ഒരു കാലിൽ എങ്ങനെയാന്നുള്ളത് കണ്ടാൽ മതിയല്ലോ അല്ലെ? നോക്കിക്കോളൂ. തുടയല് നമ്മളെന്താ പറയാ? തൈബോൺ അല്ലെ? തൈബോൺ, തുടയല്. ഓക്കെ, തൈബോൺ കേട്ടോ, തുടയല്. TH
THIGH കേട്ടോ, തൈ ബോൺ, തുടയല്. ഓക്കെ, ഇനി വരുന്നത് ലോവർ ലെഗ് എന്ന് കൊടുത്താൽ മതി നിങ്ങൾ. ലോവർ ലെഗ്, കണങ്കാല്. ഓക്കെ, പിന്നെ ആങ്കിൾ എന്നാണ് പറയേണ്ടത് കേട്ടോ, കാൽക്കുഴ. പിന്നെ ഫൂട്ട്, കാൽപാദം. പിന്നെ കാൽ വിരൽ നമ്മൾ ടോ എന്നാണ് പറയാ, ടോസ്, കാൽ വിരലുകൾ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഇവിടെ ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എണ്ണം ഞാൻ പറയുമ്പോൾ അല്ലെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചോളെ. തുടയിൽ 1, അല്ല, കണങ്കാലില് 2, ആംഗിളില് 7, ഫൂട്ടില് 5, ടോല് 14. അപ്പൊ ഇതിലൂടെ ഒന്ന് കൂട്ടി നോക്കൂ. 19, 19 7 26 അല്ലെ, 26 2 28, 28 1 29 അല്ലെ. ഒന്നവിടെ പോയി. ഒന്നേതാണ്? മുട്ടുച്ചിരട്ട, പെറ്റല്ല അല്ലെ. അതിന് നമ്മൾ നീ ക്യാപ്പ് എന്ന് പറയൂ കേട്ടോ, നീ ക്യാപ്പ്, മുട്ടുച്ചിരട്ട. ഓക്കെ, അപ്പൊ നീ ക്യാപ്പിൽ 1, മുട്ടുചുരട്ടിൽ 1. അങ്ങനെയാണ് എത്ര വരുന്നത്? 30 എണ്ണം കാലിൽ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ പേരുകൾ പഠിക്കണേ. ശ്രദ്ധിച്ചോളൂ പേരുകൾ. തുടയലിന്റെ പേരാണ് ഏത്? ഫീമർ. തുടയലിന്റെ പേരാണ് എന്ത്? ഫീമർ. തൈബോൺ, വിച്ച് ഇസ് അവർ തൈബോൺ എന്ന് ചോദിക്കുമ്പോൾ ഫീമർ ആണെന്ന് പറയുന്നത്. ലോവർ ലെഗിൽ വരുന്നത് ടിബിയ ഫിബുല, ടിബിയ ഫിബുല. ഓക്കെ, ഇനി ആംഗിളിൽ വരുന്നത് ടാർസൽസ്. ഫൂട്ടിൽ വരുന്നത് മെറ്റാടാർസൽസ്. ഓക്കെ, ടോല് വരുന്നത് ഫാലഞ്ചസ് തന്നെയാണ് കേട്ടോ. ഫാലഞ്ചസ് തന്നെ കൊടുത്താൽ മതി. ഫാലഞ്ചസ്. ടോല് വരുന്നത് ഫാലഞ്ചസ്. ക്ലിയർ അല്ലേ? ടോല് ഫാലഞ്ചസ് കേട്ടോ. ഓക്കെ, ഇനി നീ ക്യാപ്പിന്റെ പേരും കൂടി ശ്രദ്ധിക്കണേ. പെറ്റല്ല. മുട്ടുചിരട്ടയിൽ കാണുന്ന അസ്ഥിന്റെ പേരാണ് എന്ത്? പെറ്റല്ല. ഓക്കെ, അങ്ങനെ 30 അസ്ഥികൾ നമ്മുടെ ഒരു കാലിൽ വരും. 2 കാലുകളിൽ 60 എണ്ണം വരും. അപ്പൊ എത്ര എണ്ണം കഴിഞ്ഞു? നമ്മൾ 60 120 എണ്ണം കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? 120 അസ്ഥികൾ ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ അതില് തുടയല്, തൈബോണ്, ഏതാ? ഫീമർ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, ഇനി ഫീമറിന് പ്രത്യേകത കൂടി ഉണ്ട് അല്ലേ. അതാണ് ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ബോൺ ചോദിച്ചാൽ ഫീമറാ പറയേണ്ടത്. അത് ഞാൻ പറയാം. ബിഗ്ഗസ്റ്റ്, സ്മോളസ്റ്റ്, ലോങ്ങസ്റ്റ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്, പറയാം. ഓക്കെ, അപ്പം ഏറ്റവും വലിയ അസ്ഥി ചോദിച്ചാൽ തുടയലിനാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഫീമർ, ഏറ്റവും വലിയ അസ്ഥി ഫീമർ, തുടയല്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ലോവർ ലെഗിൽ വരുന്നത് ഏതൊക്കെ അസ്ഥികളാണ്, അല്ലെങ്കിൽ കണങ്കാലിൽ വരുന്നത് ഏതൊക്കെ അസ്ഥികളാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടിബിയ ഫിബുല. ഓക്കെ, ഇനി കാൽക്കുഴയിൽ വരുന്നത് ടാർസൽസ് കേട്ടോ. കാൽപാദത്തിൽ വരുന്നത് മെറ്റാടാർസൽസ്, കാൽ വിരലുകളിൽ വരുന്നത് ഫാലഞ്ചസ്, മുട്ടുചിരട്ടയിൽ വരുന്നത് പെറ്റല്ല. അതേപോലെ ഈ മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം, വിച്ച് ഇസ് ദ സയന്റിഫിക് നെയിം ഓഫ് നീ ക്യാപ്പ് എന്നൊക്കെ ചോദിക്കുക. അപ്പൊ നിങ്ങൾ പെറ്റല്ലാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം മീൻസ് അസ്ഥിന്റെ പേരാണ് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ പെറ്റല്ലാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, പെറ്റല്ല. ഓക്കെ, അങ്ങനെയാണ് 30 ബോൺസ് അല്ലെ. 15 5 20 27 29 30. ഓക്കെ, ഏറ്റവും വലിയ അസ്ഥി ഫീമർ കേട്ടോ, തുടയലാണ് തൈബോണ്. ഇനി കണങ്കാലില് ടിബിയ ഫിബുല കേട്ടോ. പേരുകളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞതില് അവിടെ കാർപ്പൽസ്, എവിടെ? കയ്യിൽ കാർപ്പൽസ് നമ്മൾ 8 പറഞ്ഞത്, എന്നാൽ കാലില് ടാർസൽസോ 7, 1 കുറയും. ആ 1 ഇവിടെ അധികം വരുന്നത്. മുട്ടുചിരട്ട വരുമല്ലോ, കയ്യില് ചിരട്ട വരുന്നില്ലല്ലോ അല്ലെ, കാലിലാണല്ലോ ചിരട്ട വരുന്നത് അല്ലെ. അതിന് നമ്മൾ മുട്ടുചിരട്ട എന്നല്ല പറയാ അല്ലെ. ഓക്കെ, അത് 1 ഇവിടെ അധികം വരുന്നുണ്ട്. അതിന് ആ 1 എവിടെ കുറഞ്ഞു? അതെ, കാർപ്പൽസില്. ഇപ്പൊ കയ്യിൽ കാർപ്പൽസ് 8 എന്നല്ല പറഞ്ഞത് അല്ലേ. എന്നാല് കയ്യില് കാർപ്പൽസ് 8 എന്നല്ല പറഞ്ഞത്. അപ്പൊ കാലില് ടാർസൽസ് എത്ര? 7 അല്ലേ. അപ്പൊ 1 അവിടെ കുറഞ്ഞല്ലേ. ആ 1 ഇവിടെ അധികം വരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ കയ്യിൽ പറയുന്ന സമയത്ത് 1 2 8 5 14 കയ്യില്. ഓക്കെ, 1 2 8 5 14 ഹാൻഡ്സിൽ. ഓക്കെ, ലെഗ്സിൽ പറയുന്ന സമയത്ത് 1 2 7 5 14 1 7. ഇവിടെ 1 കുറഞ്ഞു, അതിന് 1 ഇവിടെ അധികം വന്നു. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കൈകാലുകളിൽ വരുന്ന അസ്ഥികളുടെ അറേഞ്ച്മെന്റ്,
അതിൽ വരുന്ന അസ്ഥികളുടെ പേര്, എവിടെ കാണുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അല്ലെ. പൊസിഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു. അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ചോദ്യം ശരിക്ക് വായിച്ചിട്ട് ഉത്തരം കൊടുക്കുക നിങ്ങൾ കേട്ടോ. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് എവിടെ, അതെ, ഗഡിൽസിനെ നമ്മൾ പരിചയപ്പെടേണ്ടത്. പെക്ടോറൽ ഗഡിൽസ്, പെൽവിക് ഗഡിൽസ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മീൻസ് അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളിലേക്കൊക്കെയാണ് നമുക്ക് പോകേണ്ടത്. ഇനി നമുക്ക് അപ്പൻഡിക്കുലർ സ്കെലിട്ടണിൽ ഗഡിൽസിനെയാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. ഓക്കെ. അപ്പൊ അപ്പൻഡിക്കുലർ സ്കെലിട്ടണിൽ ഇപ്പോൾ നമ്മൾ ലിംസിൽ കാണുന്ന അസ്ഥികളും കണ്ടു അല്ലെ. അപ്പൻഡിക്കുലർ സ്കെലിട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുബന്ധ അസ്ഥികൂടം. അനുബന്ധ അസ്ഥികൂടത്തിൽ 120 അസ്ഥികളാണ് വരുന്നതെന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം അപ്പൻഡിക്കുലർ സ്കെലിട്ടണിൽ 126 ബോൺസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. ആ 126 ബോൺസിൽ 120 എവിടെ വരുന്നത്? ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്, ലിംസിലാണ് വരുന്നതെന്ന് കണ്ടു. കൈകാലുകളിലാണ് 120 എണ്ണം വരുന്നതെന്ന് പറഞ്ഞു. ക്ലിയറല്ലേ? ഓരോ ലിംബിലും 30 എണ്ണം വീതം. അങ്ങനെ 4 ലിംസ് ആണ് നമുക്കുള്ളത്. ഓരോന്നിലും 30 എണ്ണം. അപ്പൊ 4 ലിംസിൽ എത്ര വരും? 4 12, 120 എണ്ണം. ഇനി ബാക്കി എത്ര വരുന്നുണ്ട്? 6 എണ്ണം അല്ലെ. ആ 6 എണ്ണത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം ഗഡിൽസ് എന്നാണ് നമുക്ക് ആ 6 അസ്ഥികളെ വിളിക്കുക അല്ലെ, ഗഡിൽസ്. ഓക്കെ. അപ്പോ ഗഡിൽസ് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം അല്ലെ. ഓക്കെ. ഏതൊക്കെയാണ്? പെക്ടോറൽ ഗഡിൽസ്, പെൽവിക് ഗഡിൽസ്. പെക്ടോറൽ ഗഡിൽസ്, പെൽവിക് ഗഡിൽസ്. ഓക്കെ. പെക്ടോറൽ ഗഡിൽസ് എത്ര എണ്ണം വരും? 4 എണ്ണം. പെൽവിക് ഗഡിലോ 2 എണ്ണം വരും. അങ്ങനെയാണ് ഈ 4 കൊണ്ട് 6 എണ്ണം വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഈ പെക്ടോറൽ ഗഡിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തോളല് എന്ന് വിളിക്കുന്നത്. പെൽവിക് ഗഡിൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇടുപ്പല് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഹിപ്പില് അല്ലെങ്കിൽ ബട്ടക്സിൽ കാണുന്നതാണ് ഏത്? പെൽവിക് ഗഡിൽസ്. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ ഷോൾഡറിൽ കാണുന്നതാണ് ഏത്? പെക്ടോറൽ ഗഡിൽസ്, തോളല്. തോളല്ലുകളെയാണെങ്കിൽ പെക്ടോറൽ ഗഡിൽസ് എന്ന് പറയാം. ഇടുപ്പെല്ലുകളെയാണെങ്കിൽ പെൽവിക് ഗഡിൽസ് എന്ന് പറയാം കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെയൊക്കെ പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. പെക്ടോറൽ ഗഡിൽസ് ഏതൊക്കെയാ? ക്ലാവിക്കിളും സ്കാപ്പുലയും. ഓക്കെ. ക്ലാവിക്കിളിനെയും സ്കാപ്പുലയും ആണെങ്കിൽ പെക്ടോറൽ ഗഡിൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എത്ര ക്ലാവിക്കിൾ ഉണ്ടാവും? 2 ക്ലാവിക്കിൾ അല്ലെ. എത്ര സ്കാപ്പുല ഉണ്ടാവും? 2 സ്കാപ്പുല. ഓരോ ഷോൾഡറിലും 2 എണ്ണം വീതമാണല്ലോ. അപ്പൊ നമുക്ക് 2 ഷോൾഡർ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഓരോന്നിലും 2 എണ്ണം വീതം. അപ്പൊ 2 2 4 എണ്ണം. അപ്പൊ അങ്ങനെയാണ് 4 നമ്മൾ പെക്ടോറൽ ഗഡിൽ കൊടുത്തത്. ഈ 4 എണ്ണത്തില് 2 എണ്ണം ക്ലാവിക്കിൾ ആയിരിക്കും, 2 എണ്ണം സ്കാപ്പുല ആയിരിക്കും അല്ലെ. ഒരു സ്കാപ്പുലയും ക്ലാവിക്കിളും റൈറ്റ് ഷോൾഡറിൽ വരും. ഒരു ക്ലാവിക്കിളും സ്കാപ്പുലയും ലെഫ്റ്റ് ഷോൾഡറിലും വരും. അങ്ങനെ മൊത്തം 2 ക്ലാവിക്കിൾ, 2 സ്കാപ്പുല, അങ്ങനെ 4 ഷോൾഡർ ബോൺസ് ആണ് നമുക്ക് എവിടെ വരുന്നത്? ഷോൾഡറിൽ വരുന്നത്. ക്ലിയർ ആയല്ലോ? ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. പെക്ടോറൽ ഗഡിൽസ് ഏതൊക്കെയാണ്? ക്ലാവിക്കിൾ, സ്കാപ്പുല. ക്ലാവിക്കിൾ എത്രയാണ്? 2 എണ്ണം. സ്കാപ്പുല എത്രയാണ്? 2 എണ്ണം. അങ്ങനെ മൊത്തം 4 എണ്ണമാണ് വരുന്നത് പെക്ടോറൽ ഗഡിൽസ്, 4 എണ്ണം. ഓക്കെ. ഇനി പെൽവിക് ഗഡിൽസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പെൽവിസ്. പെൽവിക് ഗഡിൽസിനെ പറയുന്ന പേരെന്താണ്? പെൽവിസ്. ഇടുപ്പെല്ലിനെ വിളിക്കുന്ന പേര്, ബട്ടക്സിൽ കാണുന്ന എല്ലിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെൽവിസ് ആണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ. ഷോൾഡറിൽ കാണുന്നത് ക്ലാവിക്കിളും സ്കാപ്പുലയും, ബട്ടക്സിൽ കാണുന്നത് പെൽവിസ്. ഓക്കെ. അപ്പൊ എത്ര പെൽവിസ് ഉണ്ട്? 2 എണ്ണം. ഓക്കെ. അപ്പൊ അതൊക്കെ ഈ 2 എണ്ണമാണ് വരുന്നത്. അതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ. ശരിക്ക് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പൊ അത് വേണമെങ്കിൽ ഒരു കോഡ് പറയാറുണ്ട് ഞാൻ. PSC എന്ന് ഓർത്ത് വെച്ചാൽ മതി. PSC അല്ലെ. നമ്മളെല്ലാം PSC പരീക്ഷകൾ എഴുതാറുണ്ട് അല്ലെ. അപ്പൊ PSC എന്ന് ഓർത്ത് വെച്ചാൽ മതി. ആരാ P? ആരാ? പെൽവിസ്. ആരാ S? ആരാ? സ്കാപ്പുല. ആരാ C? ക്ലാവിക്കിള് അല്ലെ. അപ്പൊ PSC നമുക്ക് ഓർത്ത് വെച്ചൂടെ? മറക്കില്ല അല്ലെ. ഓക്കെ. PSC കേട്ടോ, ഓർത്ത് വെക്കുക. P പെൽവിസ്, S സ്കാപ്പുല, C ക്ലാവിക്കിള്. അതിൽ P പെൽവിസ് എവിടെ വരിക? ബട്ടക്സിൽ, ഹിപ്പിലാണ് വരിക. ഇടുപ്പല്ല് എന്നാണ് ഇപ്പൊ പറയാട്ടോ.
പെൽവിസിന്. ഇനി സ്കാപ്പുലയും ക്ലാവിക്കിളും എവിടെയാ വരിക? ഷോൾഡറിലാണ് വരിക. ഷോൾഡർ ബോൺസ് എന്നാണ് പറയാറ് ഇതിനെ, ക്ലാവിക്കിളിനെയും സ്കാപ്പുലയും. ഓക്കെ, അപ്പൊ അതിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അതേപോലെ ഷോൾഡറിൽ 3 അസ്ഥികൾ എന്ന് പറയാറുണ്ട്. There are 3 types of bonds that we have in our shoulder എന്ന് പറയാറുണ്ട്. അത് നമ്മൾ ഈ ഹ്യൂമറസും കൂടി കൂട്ടിയിട്ടാണ്, നമ്മളെ ഭുജാസ്ഥിയും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഷോൾഡർ ഇതാണ്, അറിയാലോ എല്ലാവർക്കും. ഓക്കെ, ഇത് നമ്മളെ ഭുജാസ്ഥിയാണ്. അപ്പൊ അതിന്റെ ആ കണക്ഷനും കൂടി കൂട്ടിയിട്ടാണ് അങ്ങനെ 3 എണ്ണം പറയുന്നത് കേട്ടോ, കൺഫ്യൂഷൻ ആവരുതേ. ഓക്കെ, അപ്പോ ഇതാ സ്കാപ്പുല, ക്ലാവിക്കിള്, ഹ്യൂമറസ് അല്ലെ. ഹ്യൂമറസ് ഞാൻ പറഞ്ഞു ഭുജാസ്ഥി, അത് നമ്മളെ കയ്യിൽ വരുന്നതാണ്, പക്ഷെ അത് ഷോൾഡർ ആയിട്ട് കണക്ഷൻ വരുന്നത് കൊണ്ട് അതും കൂടി ചേർത്ത് പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ സ്കാപ്പുലനെയാണ് നമ്മൾ ഷോൾഡർ ബ്ലേഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, അപ്പൊ സ്കാപ്പുലന്റെ അപരനാമം പ്രത്യേകം ശ്രദ്ധിക്കുക, ഷോൾഡർ ബ്ലേഡ്. ഷോൾഡർ ബ്ലേഡ് എന്ന് അറിയപ്പെടുന്നത് സ്കാപ്പുല. ഇനി അതുപോലെ ക്ലാവിക്കിളിനെയാണ് കോളർ ബോൺ എന്ന് വിളിക്കുന്നത്. അത് സ്ഥിരം ചോദ്യം വരുന്നതാണ്. വിച്ച് ഈസ് അവർ കോളർ ബോൺ എന്നാണ് ചോദ്യം. നിങ്ങൾ ക്ലാവിക്കിൾ ആണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. വിച്ച് ഈസ് അവർ കോളർ ബോൺ? ക്ലാവിക്കിൾ. വിച്ച് ഈസ് അവർ ഷോൾഡർ ബ്ലേഡ്? സ്കാപ്പുല. ഇനി വിച്ച് ഈസ് അവർ അപ്പർ ആം ബോൺ എന്ന് ചോദിച്ചാലോ? ഹ്യൂമറസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് വലുത് ചെറുത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, സിമ്പിൾ ആണ്. ഓക്കെ, ഞാൻ പറയാം ഏതൊക്കെയാണ് വലുത്, അല്ലെങ്കിൽ ഏതാണ് വലുത്, ഏതാണ് ചെറുത്, ഏതാണ് നീളമുള്ളത്, ഏതാണ് കാഠിന്യമുള്ളത്, അല്ലെ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണ കാണാറുണ്ട് അല്ലെ അസ്ഥികളിൽ. ഓക്കെ, ശ്രദ്ധിക്കണേ. ബിഗ്ഗസ്റ്റ് ബോൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ കൊടുക്കേണ്ടത്? ഫീമർ, തുടയലാണ് പറയേണ്ടത്. ക്ലിയർ അല്ലേ? ബിഗ്ഗസ്റ്റ് ബോണ് അല്ലെ ഫീമർ ആണ്. ഏറ്റവും വലിയ അസ്ഥി, ഏറ്റവും നീളമുള്ള അസ്ഥി, ലോങ്സ്റ്റും ഫീമർ തന്നെയാണ്. തുടയൽ തന്നെയാണ് ലോങ്സ്റ്റ്, നീളമുള്ളതും തുടയൽ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ബിഗ്ഗസ്റ്റ് ലോങ്സ്റ്റ് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഫീമർ, തുടയല്, തൈബോൺ എന്ന് കാണാം കേട്ടോ. ഓപ്ഷനിൽ ചിലപ്പോൾ തൈബോൺ എന്നുണ്ടാവും. ഓക്കെ, ഇനി അല്ലെങ്കിൽ അതിന്റെ ശരിക്കുള്ള പേരുണ്ടാവുക ഫീമർ. അതാണ് വലുതും നീളമുള്ളതും. ഓക്കെ, ഇനി വലുത് നീളമുള്ളത് കേട്ടോ, 2 എഴുതുന്നുണ്ട്. ലോങ്സ്റ്റ് ചോദിച്ചാൽ നിങ്ങൾ ഫീമർ എന്നാ കൊടുക്കണേ. തൈബോൺ തന്നെയാണ് നീളമുള്ളതും, തൈബോൺ ആണ് വലുതും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ചെറുത് സ്മോളസ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെപ്സ് ആണ് പറയേണ്ടത് അല്ലെ. സ്റ്റെപ്പിസ്, STAPES, സ്റ്റെപ്പിസ് ഞാൻ പറഞ്ഞു. ഇയറിൽ, മിഡിൽ ഇയറിൽ കാണുന്ന ഹോഴ്സ് റൈഡേഴ്സ് ഷൂ ഷേപ്ഡ് ബോൺ ആയ അല്ലെങ്കിൽ സ്റ്റിറപ്പ് ഷേപ്ഡ് ബോൺ ആയ സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പോൾ സ്മോളസ്റ്റ് സ്റ്റെപ്പിസ്. ഓക്കെ, ഇനി സ്ട്രോങ്ങസ്റ്റ് അല്ലെങ്കിൽ ഹാർഡസ്റ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതാ കൊടുക്കേണ്ടത്? ജോ ബോൺ ആണ് കൊടുക്കേണ്ടത്. താടിയല്ലാണ് ഏറ്റവും കാഠിന്യമുള്ളത്. ജോ ബോൺ കേട്ടോ, ജോ ബോൺ. ക്ലിയർ അല്ലേ? ഏതൊക്കെയാ? മാൻഡിബിള്, മാക്സില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. താടിയെല്ലുകളാണ് ഏറ്റവും കാഠിന്യമുള്ളത്. തുടയെല്ലിനും കാഠിന്യം ഉണ്ട്, പക്ഷെ അതിനേക്കാളും കാഠിന്യമുള്ളത് താടിയെല്ലുകൾ എന്നാണ് പറയാറ്. അത് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പം വലുത്, നീളമുള്ളത്, ചെറുത്, കാഠിന്യമുള്ളത്. ഓക്കെ, ബിഗ്ഗസ്റ്റ് ബോൺ, ഏറ്റവും വലിയ അസ്ഥി ചോദിച്ചിട്ടുണ്ടെങ്കിൽ തുടയല്, ഫീമർ, തൈബോൺ ആണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ലോങ്സ്റ്റ്, നീളമുള്ളത് ചോദിച്ചാലും ഫീമർ, തുടയലാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. എന്നാൽ ചെറുത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെവിയിൽ മധ്യകർണത്തിൽ അല്ലെ, ഇയറിൽ, മിഡിൽ ഇയറിൽ കാണുന്ന ഹോഴ്സ് റൈഡേഴ്സ് ഷൂ ഷേപ്പ് ബോൺ ആയ അല്ലെങ്കിൽ സ്റ്റിറപ്പ് ഷേപ്പ് ബോൺ ആയ സ്റ്റേപ്പിസ് ആണ് സ്മോളസ്റ്റിൽ പറയേണ്ടത്. ഓക്കെ, ഇനി സ്ട്രോങ്സ്റ്റിൽ പറയേണ്ടത് ജോ ബോൺസ് ആണ് അല്ലെ, കാഠിന്യമുള്ളത് അല്ലെ, ഏറ്റവും കാഠിന്യമുള്ളത്. സ്ട്രോങ് ആയിട്ട് അല്ല ഹാർഡായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ജോ ബോൺസ്, മാൻഡിബിള്, മാക്സില. അതിൽ അപ്പർ ജോ ബോണിനെയാണ് നമ്മൾ മാക്സില എന്ന് പറയുന്നത്, ലോവർ ജോ ബോണിനെയാണ് മാൻഡിബിൾ എന്ന് പറയുന്നത്. ഒക്കെ ശ്രദ്ധിക്കണം. ഇനി അതുപോലെ അപ്പർ ജോ ബോണ്, മാക്സില, മാക്സിലന്റെ പ്രത്യേകത ഇമ്മൂവബിൾ അല്ലെ,
ഫിക്സഡ് ആണ്, ചലിക്കാൻ കഴിയാത്ത, ചലനശേഷി ഇല്ലാത്തത്, ഇമ്മൂവബിൾ. ഫിക്സഡ് ആണ് ഏത്? മാക്സില. എന്നാൽ മൂവബിൾ ഏതാ? മാൻഡിബിള്. ഓക്കെ, നോട്ട് ഫിക്സഡ്, മൂവബിൾ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ മാൻഡിബിൾ പറയണം. എന്തായാലും മനസ്സിലാക്കുക, ജോ ബോൺസ് ആണ് ഏറ്റവും കാഠിന്യമുള്ളത്, താടി എല്ലുകളാണ് ഏറ്റവും കാഠിന്യമുള്ളത് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ ഇതാണ് നീളമുള്ളത്, വലുത്, കാഠിന്യമുള്ളത് എന്നുള്ള ഭാഗത്ത് നമുക്ക് സാധാരണ ചോദ്യം വരുന്ന രീതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. അതിലൊരു 4 രോഗങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സാധാരണ ക്വസ്റ്റ്യൻ വരുന്നത് ഈ 4 രോഗങ്ങളാണ്. ഓക്കെ, ഏതൊക്കെയാ? റിക്കറ്റ്സ്, കണരോഗം, ഓസ്റ്റിയോമലേഷ്യ, ഓസ്റ്റിയോപോറോസിസ്, സാർക്കോമ. ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, റിക്കറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണരോഗം എന്ന് പറയുന്നത്. ഓക്കെ, കണരോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തതയാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ശരിയാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം, കാരണം അസ്ഥികൾക്ക് ആവശ്യമായിട്ട് വേണ്ട ജീവകമാണ് ഇത് വൈറ്റമിൻ ഡി. അത് വൈറ്റമിൻസ് നമുക്ക് എടുക്കാനുണ്ട്, അവിടെ ഞാൻ അതിനെ കുറിച്ചൊക്കെ പറയും, അതുകൊണ്ടാണ് അവിടെ പറയാഞ്ഞത്. എല്ലിലും പല്ലിലൊക്കെ അല്ലെ വരണം വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി അറിയാലോ നിങ്ങൾക്ക്, നമ്മുടെ എല്ലിനും പല്ലിനൊക്കെ ഉറപ്പ് കൊടുക്കുന്ന ജീവകമാണ് ഏത്? വൈറ്റമിൻ ഡി. ഓക്കെ, അപ്പൊ അതിൽ പ്രത്യേകിച്ച് എല്ലിന് കാഠിന്യം അല്ലെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഉറപ്പ് വേണമെങ്കിൽ ജീവകം ഡി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. വൈറ്റമിൻ ഡി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ, ചിൽഡ്രൻ അല്ലെ, കുട്ടികളിൽ വരുന്ന രോഗമാണ് ഏത്? റിക്കറ്റ്സ്, കണരോഗം. എന്നാൽ ഈ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരില്, അഡൽട്സിൽ അല്ലെ, മുതിർന്നവരിൽ വരുന്ന രോഗമാണ് ഏത്? ഓസ്റ്റിയോമലേഷ്യ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ റിക്കറ്റ്സ്, ജീവകം ഡി ആണ് നമ്മൾ കാൽസിഫറോൾ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ, കാൽസിഫറോൾ. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഡിയുടെ പേരാണ്, യഥാർത്ഥ പേരതാണ്, ജീവകം ഡിയുടെ യഥാർത്ഥ പേരാണ് ഇത് കാൽസിഫറോൾ. ഓക്കെ, നമുക്ക് വരുന്നുണ്ട്, പേരുകളൊക്കെ വരുന്നുണ്ട്, ജീവകങ്ങൾ എടുക്കുന്ന സമയത്ത് ഞാനത് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കാം, കാൽസിഫറോളിന്റെ ഡെഫിഷ്യൻസി മൂലം അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം കുട്ടികളിൽ കണ്ടുവരുന്ന രോഗമാണ് ഇത് റിക്കറ്റ്സ്, കണരോഗം. അത് അസ്ഥികൾ വളയുക, ബലക്ഷയം, അതൊക്കെയാണ് ഈ റിക്കറ്റ്സിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ്. ഓക്കെ, ശ്രദ്ധിച്ചല്ലോ, കുട്ടികളിലെ റിക്കറ്റ്സ് കേട്ടോ, കണരോഗം. ഇനി അതേപോലെ മുതിർന്നവരിൽ വരുന്ന രോഗമാണ് ഇത് ഓസ്റ്റിയോമലേഷ്യ. അതും ജീവകം ഡിയുടെ അല്ലെങ്കിൽ കാൽസിഫറോളിന്റെ അപര്യാപ്തതയാണ് എന്ന് മനസ്സിലാക്കണേ. ഓക്കെ, കാൽസിഫറോളിന്റെ ഡെഫിഷ്യൻസി കുട്ടികളിൽ റിക്കറ്റ്സ്, മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ. ഓക്കെ, അപ്പോൾ റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും മനസ്സിലായല്ലോ. അത് ജീവകം ഡി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ എല്ലിന് ആവശ്യമായിട്ട് വേണ്ട ഒരു ജീവകമാണ് അല്ലെങ്കിൽ വൈറ്റമിൻ ആണ്, വൈറ്റമിൻ ഡി എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ, കാൽസിഫറോള്. ഓക്കെ, ഇനി എന്താണ് ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അസ്ഥികൾ വീക്കാവുക, അസ്ഥികൾക്ക് ബലക്ഷയം എന്ന് പറയാം. അസ്ഥികൾ വീക്കാവും, ആരോഗ്യമൊന്നും അല്ലാത്തൊരവസ്ഥ, വീക്കാവുക. അതിനെ നമ്മളിന്ന് പറയുന്നത് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഈ ഓസ്റ്റിയോപോറോസിസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, വൈറ്റമിൻ ഡിയുടെയും കാൽസ്യത്തിന്റെ ഒക്കെ കുറവ് മൂലം വരാം. കാരണം അസ്ഥികൾക്ക് ബലം, കാഠിന്യം കൊടുക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു, മെറ്റലാണ് കാൽസ്യം എന്നൊക്കെ പറഞ്ഞു ഞാൻ. അപ്പോൾ നമ്മുടെ അസ്ഥികളിൽ ആവശ്യമായിട്ട്, ബോൺസിന് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഏതൊക്കെ? കാൽസ്യവും വൈറ്റമിൻ ഡി ഒക്കെ. അപ്പൊ അതിൻ്റെ ഒക്കെ കുറവ് മൂലം അതിന് ഉറപ്പ് അല്ലെങ്കിൽ കാഠിന്യം അല്ലെങ്കിൽ അതിന് ബലക്ഷയം സംഭവിക്കാം, അല്ലെങ്കിൽ വീക്കാവുക. അതാണെന്ത്? ഓസ്റ്റിയോപോറോസിസ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓസ്റ്റിയോപോറോസിസ് അസ്ഥികളെയാണ് ബാധിക്കുക കേട്ടോ. ഇനി സാർക്കോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്ഥികളെ ബാധിക്കുന്ന ക്യാൻസർ ആണ്. ക്യാൻസർ ബാധിക്കുന്ന ഒരു അവയവമാണ് ഏത്? ബോൺസ്. ബോൺ ക്യാൻസർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അസ്ഥികളെ ക്യാൻസർ ബാധിക്കും, അർബുദം ബാധിക്കും. അപ്പൊ ആ അർബുദത്തെ ആണ് നമ്മൾ സാർക്കോമ എന്ന് പറയുന്നത്. അപ്പം ഒരു തരം ക്യാൻസർ ആണത്, അസ്ഥികളെ ബാധിക്കുന്ന ഒരു തരം ക്യാൻസർ ആണ് ഏത്? സാർക്കോമ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഏതൊക്കെയാ പറഞ്ഞത്? റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ, ഓസ്റ്റിയോപോറോസിസ്, സാർക്കോമ. ഇതൊക്കെ ആരെയാ ബാധിക്കുന്നത്? അസ്ഥികളെയാണ് ബാധിക്കുന്നത്.
ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അസ്ഥികളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. സ്കെലിറ്റൽ സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത്. അസ്ഥികളിൽ നിന്ന് അല്ലെങ്കിൽ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഓക്കെ എടുത്തത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മസ്കുലർ സിസ്റ്റവും പിന്നെ ജോയിൻസും കൂടി വേണം, സന്ധികളൊക്കെ വേണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സന്ധി, ജോയിന്റ് കേട്ടോ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിൻസിനെ കുറിച്ച് പറയാനുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽസ്. ഇനി മസിൽസിന് ഇതേപോലെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിലും കാഠിന്യമുള്ളത്, ചെറുത്, വലുത്, നീളമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് പേശികളിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അസ്ഥികളുടെ അറേഞ്ച്മെന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സ്കെലിട്ടൺ, അതിന്റെ ഡിവിഷൻ, ഇനി അതിൽ തന്നെ എൻഡോസ്കെലിട്ടണിൽ വരുന്ന ഡിവിഷൻ, അതിൽ വരുന്ന അസ്ഥികളുടെ എണ്ണം, പ്രത്യേകതകൾ, പേര്, കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവിടെ പറഞ്ഞു. പിന്നെ അതേപോലെ ജോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അസ്ഥികൾ കൂടിച്ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ ജോയിന്റ്, സന്ധി എന്ന് പറയുന്നത്. ഇനി ആ ജോയിന്റിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് സൈനോവിയൽ ഫ്ലൂയിഡ്. അസ്ഥി സന്ധിയിൽ അല്ലെങ്കിൽ ജോയിന്റിൽ ഘർഷണം കുറയ്ക്കുക എന്നുള്ളതാണ് ആ ഫ്ലൂയിഡ് ആയിട്ടുള്ള സൈനോവിയൽ ഫ്ലൂയിഡിന്റെ ധർമ്മം എന്ന് മനസ്സിലാക്കുക. ഇനി അവിടെ ആ അസ്ഥികൾ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ ജോയിന്റിൽ കാണുന്ന അല്ലെങ്കിൽ ജോയിന്റിൽ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാരുകളെയാണ് ലിഗമെന്റ്സ്, സ്നായുക്കൾ അല്ലെ, ലിഗമെന്റ്സ് എന്ന് പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. എല്ലാ വിഷയങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. LPSA, UPSA, KTET, LDC, LGS, പോലീസ് കോൺസ്റ്റബിൾ, മറ്റ് PC ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്കായി PC മേഖലയിൽ പ്രഗത്ഭരായ അധ്യാപകർ നടത്തുന്ന റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസുകൾ, എല്ലാ ദിവസവും ഓൺലൈൻ പരീക്ഷകൾ, എല്ലാ ആഴ്ചയും റിവിഷൻ പരീക്ഷകൾ എന്നിവ നടത്തുന്നു. ആപ്റ്റിക്സ് അക്കാഡമി, മുക്കം 9895509280. ഫ്രീ ക്ലാസുകൾക്കായി ആപ്റ്റിക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്